So hi, hello, good evening. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നോവേറ്റബിൾ 30യുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് അറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ ആണല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിടാ നോക്കട്ടെ. ആക്ച്വലി ഇന്നത്തെ ലൈവ് നമ്മൾ അനൗൺസ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് എല്ലാ കുട്ടികളുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഉള്ളൂ. സോ അനു പി കെ സിയ ഷീ സെയിങ് ഹായ്. ഹായ് അനു. വേറെ ആരൊക്കെയുള്ളത് നോക്കട്ടെടാ വേഗം. ബാക്കി എല്ലാവരും ഹായ് പറഞ്ഞാൽ നോക്കട്ടെ. ആരൊക്കെ ഇവിടെ ഉള്ളത്? യെസ്, ആസ് യൂഷ്വൽ യാരി ഈസ് ഹിയർ. ഓക്കെ, സോ നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വരുന്നവർക്ക് മെല്ലെ മെല്ലെ ജോയിൻ ചെയ്യാം. ആൻഡ് ഇന്നത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇത്തവണ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചു അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പക്കയായി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും എൻ്റെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ആരാണ് ആദ്യം പറയാൻ നോക്കാമല്ലോ. ഓക്കെ, സോ സിമി ഈസ് ഹിയർ, ഫോർബിഡൻ ഈസ് ഹിയർ, തേജസ് ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ നമ്മൾ മെല്ലെ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് വൺ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. A hollow cylinder drum of radius r is placed with its axis vertical. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിലിണ്ടർ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ആക്സിസ് വേർട്ടിക്കൽ, ഇതാണ് അതിൻ്റെ ആക്സിസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഫേസ്. അപ്പോൾ ഇതാണ് എൻ്റെ സിലിണ്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആക്സിസ് പോകുന്നുണ്ടാവുക, എന്നിട്ട് ഞാനിതിനെ ഇങ്ങനെയായിരിക്കും അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ അതാണ് നമുക്ക് തന്നിട്ടുള്ള ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ഡ്രമ്മിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ, അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണെങ്കിൽ എത്ര അല്ലെങ്കിൽ എന്ത് സ്പീഡിൽ ഇത് കറങ്ങിയാലാണ് ഈ ഒബ്ജക്റ്റ് താഴെ വീഴാണ്ടിരിക്കുക? സിമ്പിളാണ്. ഒരു സിലിണ്ടർ എടുക്കുക, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലർ ഈ എന്താ പറയുക, പണ്ട് ഈ പൂരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവരിങ്ങനെ ഒരു ഡൈസ് പോലെ സാധനം എടുത്ത് ഇങ്ങനെ കറക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കും. ഓർമ്മയുണ്ടോ? ചിലവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ എത്ര സ്പീഡിൽ കറക്കിയാലാണ് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഈ സിലിണ്ടറിൻ്റെ സർഫസിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ? ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ താഴത്തേക്കായിരിക്കും നമ്മുടെ എന്ത് ആക്ട് ചെയ്യുക? വെയിറ്റ് ആക്ട് ചെയ്യുക. അറിയാലോ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നേരെ താഴത്തേക്കാണ് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുക. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ? അതിന് നോർമൽ ആക്ടിവിറ്റി, അതായത് അതിനെ പുറത്തേക്ക് ആക്കുന്നതായിരിക്കും നിങ്ങളുടെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് mr². അതൊക്കെ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താ അറിയോ? ഇത് താഴെ പോരുതെങ്കിൽ ഒരു ഫോഴ്സ് എന്തായാലും ഡെവലപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതിൽ തർക്കമില്ല അല്ലേ? ഒരു ഫോഴ്സ് നമുക്ക് വേണം. ആ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ആ ഫോഴ്സ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ്. ശരിയാണല്ലോ. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനേക്കാൾ കൂടിയ ഒരു ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതായത് നമുക്ക് ഇവിടെ വെയിറ്റ്, അതായത് നമ്മുടെ ഈ ഒരു വെയിറ്റിനെ താഴത്തേക്ക് പോവാണ്ട് നോക്കുന്ന ആരാണ്? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ഫ്രിക്ഷനാണ്. ശരിയാണല്ലോ. ഈ സാധനം താഴേക്ക് മെല്ലെ ഉരുസി വരുമ്പോഴേക്കും എന്ത് വരും? കോൺടാക്ട് ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ മുകളിലേക്ക് പിടിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഫ്രിക്ഷൻ എന്താടാ? മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ ആണ് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ. ഇവിടെ നോർമൽ റിയാക്ഷൻ ആരാ? mr². ശരിയാണല്ലോ. സോ ഇറ്റ് ഈസ് മ്യൂ ഇൻറ്റു mr² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mg. ശരിയാണോടാ? അങ്ങനെയാണെങ്കിൽ എമ്മും വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടി? ω² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g/μr, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g√g/μr. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ആണ് അല്ലേ? ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2πν അല്ലെങ്കിൽ 2πn, റൈറ്റ്? 2π ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √g/μr. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് n? n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2π
റൂട്ട് ഓഫ് ജി ബൈ മ്യൂ ആർ. ഓക്കെ ആണോടാ? മനസ്സിലായോ? സോ എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 പൈ ജി ബൈ മ്യൂ ആർ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 1/2 പൈ ജി ബൈ മ്യൂ ആർ. ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ? ആൻസർ ഇസ് ബി. ആരെങ്കിലും ബി പറഞ്ഞു നോക്കട്ടെ? യെസ്, ആര്യ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ലക്ഷ്മി ദേവി ഇസ് ഹിയർ, ഐഷ നസ്രീൻ ഇസ് ഹിയർ, സിനി മുജീബ് ഇസ് ഹിയർ. ഹൈ ടു എവ്രി വൺ കേട്ടോ. നമ്മുടെ മെല്ലെ മെല്ലെ ചാപ്റ്റർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോടാ? മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒബ്ജക്റ്റ് നീ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് വലിക്കുന്നത് സെൻട്രിപെറ്റലല്ല, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഫോഴ്സ് ഉണ്ട്. ഇത് താഴെ പോകാനുള്ള കാരണം എന്താണ്? ഇവൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, ഇവൻ്റെ വെയിറ്റ് ആണ് ഇവനെ താഴത്തേക്ക് വലിക്കുന്നത്. അപ്പോൾ ഇത് താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇതിനവിടെ പിടിച്ചു നിർത്തുന്ന ആരാണ്? സർഫസിലുള്ള ഫ്രിക്ഷനാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്തായാൽ മതി? വെയിറ്റിനേക്കാൾ കൂടിയാൽ മതി. അതാണ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്തത്. മ്യൂ ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ജി. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എം ആർ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ ഇക്വേറ്റ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ഒമേഗയുടെ വാല്യൂ കിട്ടി. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2π അല്ലെങ്കിൽ 2πn ആണ് അല്ലേ? വെർ മ്യൂ ഓർ എൻ ഇസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ അത് വെച്ച് ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? നിങ്ങൾ ആദ്യം പറയേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടുക കേട്ടോ. നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായെന്ന്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. വിച്ച് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഫിഗർ ഷോസ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് വി എലോങ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഓക്കെ ആണല്ലോ? ഒരു മാസ് എം ഉണ്ട്, അതെന്ത് ചെയ്യാണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ? ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റ് എന്ത് ഇരിക്കുകയാണ്? ഈ സർക്കിളിൻ്റെ ഈ സർക്കംഫറൻസിലൂടെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ സ്പീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചേഞ്ച് ഇൻ സ്പീഡ്, അതായത് നമ്മുടെ ഒരു ക്വാണ്ടിറ്റി മാറണമെന്നുണ്ടെങ്കിൽ either there should be a change in direction or there should be a change in magnitude. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി സ്പീഡാണ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡൗട്ട് ഉണ്ടോടാ? സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണ്? അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ശരിയാണല്ലോ? അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിന് മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സ്പീഡിലാണ് പോകുന്നത്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? മാഗ്നിറ്റ്യൂഡ് മാറുമോ? ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാറില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആൻസർ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സിന്ന് ഡിക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓർ ദ ആൻസർ ഈസ് 0. ഓക്കെ ആണല്ലോ? സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ ആണല്ലോ? സോ ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഓർത്തിരിക്കുക. ദിസ് ഇസ് റിഗാർഡിംഗ് ദി ചേഞ്ച് ഇൻ ദ സ്പീഡ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോടാ? ഗ്രേറ്റ്. ഇനി നേരെ മറിച്ചത് വെലോസിറ്റി ആണെങ്കിലോ? വെലോസിറ്റി ആണെങ്കിൽ പ്രശ്നമാണ്. കാരണം വെലോസിറ്റി ഓരോ പോയിന്റിലും ടാൻജൻഷ്യലാണ്. ഓക്കെ ആണല്ലോ? അതായത് ഒബ്ജക്റ്റിൻ്റെ ഓരോ പൊസിഷനിലും ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഫ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് വെലോസിറ്റി ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ സ്പീഡാണ് ചോദിച്ചത്. സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. സോ ഒറ്റയാൻ വന്നിട്ടുണ്ട്. ഹലോ, ഷീ സെയിങ് ഹലോ. ഒറ്റയാൻ, ഹൂവർ ഇറ്റ് ഇസ് സെയിങ് ഹലോ. അപ്പോൾ ആരാണ് ഡി ആദ്യം പറഞ്ഞ? യാര് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്, ഫൈൻ. സോ ലെറ്റ് us മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമേ പറയാം, ഇന്ന് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് ഞാൻ മനഃപൂർവ്വം ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റിയിട്ടതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. മേ ബി ഞങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഇത് അനൗൺസ് ചെയ്തതൊക്കെ 6:30-ക്കാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് കുട്ടികൾക്ക് ലൈവുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. ദാറ്റ്സ് ഓക്കെ. ഇവിടെ വന്നവർക്ക് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആക്ച്വലി ഈ മെക്കാനിക്സ്, കാരണം എനിക്ക് വർക്ക് എനർജി, പവർ, ഫോഴ്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു ഐഡിയൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതുപോലെ ഏത് തരത്തിലാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇറ്റ് ഇസ് പ്യുവർ നിങ്ങളുടെ ഒരു ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് ചെക്ക് ചെയ്യാം. കാരണം ഒപ്പം തന്നെ അതായത് നമുക്ക് നീറ്റ് അടുത്ത് വരികയാണെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ കോമ്പി ചെയ്ത സമയത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാണിച്ചു തന്നു.
ഇതിലൊക്കെ ലൈക്ക് എവറി ക്വസ്റ്റ്യൻ ഇസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മുടെ ഐക്യു പ്രോപ്പറായി ചെക്ക് ചെയ്ത് എത്രത്തോളം കൺസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാറുണ്ട്, നമുക്ക് ഒപ്പം ചെയ്ത് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഫിക്സ്ഡ് ടു one end of a light spring of force constant k and unstructured length L. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയിട്ടുള്ളത്? ഇവിടെ പറയുന്നുണ്ട് ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു മാസ് കണക്ട് ചെയ്യുന്നുണ്ട്, അത് എം ആണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ അങ്ങ് ഹുക്ക് ചെയ്തിട്ട് ആ ഒരു സ്പ്രിങ് മാസ് സിസ്റ്റം, ഇതിനെ സ്പ്രിങ് മാസ് സിസ്റ്റം എന്നാണ് വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് സ്പ്രിങ് മാസ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു സ്പ്രിങ് മാസ് സിസ്റ്റത്തിനെ കറക്കുകയാണ്. ഓക്കെ ആണല്ലോ, ആ ഒരു സ്പ്രിങ് മാസ് സിസ്റ്റത്തിനെ കറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം, ഇത് നീ കറക്കുകയാണ് അല്ലേ, കറക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വാട്ട് ഹാപ്പൻസ്, ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ആവും. ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ആകുമ്പോൾ എന്ത് പറ്റും, അപ്പോൾ ഈ ഒരു ആ വെയിറ്റ് ഇങ്ങനെ പോകുന്ന കാര്യം ഇത് ഇലോങ്ങേറ്റ് ആവും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വിചാരിക്കുകയാണ്, സപ്പോസ് ഇത് കറങ്ങി തുടങ്ങുകയാണ് അല്ലേ, ഇത് കറങ്ങി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ആയിക്കോട്ടെ മാസ്. ഞാൻ വിചാരിക്കുന്നത് ഇത് L ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ കൂടെ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇത് നീണ്ടു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. എത്ര ഡിസ്റ്റൻസ് ആണ് നീങ്ങിയത്, എക്സ് ഡിസ്റ്റൻസ് നീങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നത്, വാട്ട് വിൽ ബി ദ ടോട്ടൽ ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പോൾ L+x ആയി. ശരിയാണല്ലോ, ഇപ്പം എന്തായി, L+x ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒബ്ജക്റ്റ് ഒരു തലക്കിലാണ് അല്ലേ, ഇതിങ്ങനെ കിടന്ന് കറങ്ങാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒബ്ജക്റ്റിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് ആക്ച്വലി ഇത് കറങ്ങുമ്പോൾ ആക്ട് ചെയ്യുന്നത്. ഇതേ ഫോഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പ്രിങ്ങിൻ്റെ നീളം കൂട്ടാൻ കാരണക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ലൈക്ക് ദിസ് ഇസ് ബേസിക്കലി ഈ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇതിൻ്റെ നീളം കൂട്ടും. ഒപ്പം തന്നെ ഈ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്, സ്പ്രിങ് ആണ്. കാരണം സ്പ്രിങ്ങിനകത്തുള്ള ആ ഒരു ഫോഴ്സാണ് ഇലോങ്ങേറ്റ് ചെയ്യാനും അത് മാസ് റൊട്ടേറ്റ് ചെയ്യാനും കാരണമായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ദാറ്റ് ഗൈ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിങ് ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ എന്താ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്കറിയാം, mr² ഈസ് ഈക്വൽ ടു kx. അപ്പോൾ ഇതിൽ ഞാൻ -kx എടുക്കാത്ത കാര്യം എന്താ, ഏത് ഡയറക്ഷനാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് ഇലോങ്ങേഷനും സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ m ഇൻറ്റു വാട്ട് ഈസ് r ഹിയർ. ഇവിടെ r എന്ന് പറയുന്നത് എത്രയാണ്, L+x ആണ് അല്ലേ. r എന്ന് പറയുന്നത് എത്രയാണ്, ഔട്ടർ മോസ്റ്റ് പോയിന്റ്, അതായത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണോ റൊട്ടേഷണൽ മോഷൻ അണ്ടർഗോ ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ r ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ m ഇൻറ്റു L+x ഇൻറ്റു ω² ഇസ് ഈക്വൽ ടു kx. അഥവാ ഇനി നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്താലോ, mL² പ്ലസ് mx ω² ഈക്വൽ ടു kx. ഇനി എങ്ങനെ മാറ്റാം, mx ω² ഈക്വൽ ടു mx ω² ഇസ് ഈക്വൽ ടു എന്ത് പറയാം, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ mL ω² ഇവിടെ വെക്കാം. mL ω² ഇവിടെ വെച്ചിട്ട് ഇതിന്ന് എക്സ് കോമൺ എടുക്കുകയാണെങ്കിൽ k - m ω² ആവും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയുടെ, എക്സ് ഇസ് ഈക്വൽ ടു mL ω² ബൈ k - m ω². എക്സ് ഇസ് ഈക്വൽ ടു mL ω² ബൈ k - m ω². ഓക്കെ ആണല്ലോ. മനസ്സിലായുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത്, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ മോഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ്. മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഫിസിക്സ് ഭയങ്കര ടഫാണ് സാർ. ഡെഫിനറ്റ്ലി ഫിസിക്സ് ടഫ് ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഫിസിക്സിന് ഒരു കാര്യം ഇതേപോലെയാണ്, അപ്പോൾ നമുക്ക് അതേപോലെ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഈസി ചാപ്റ്ററായി മാറും. ആ ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ
എപ്പോഴും സോൾവ് ചെയ്യുക. പക്ഷേ ചില ചാപ്റ്റേഴ്സിനെ പ്രത്യേകത നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്താലും ഉത്തരം കിട്ടില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. അതിന് കാരണം നമ്മൾ ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയത് തന്നെ തെറ്റായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അധികമൊന്നും ഇപ്പോൾ സ്പ്രിങ് കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കാം. ഒരു സ്പ്രിങ് മാസ് സിസ്റ്റമാണ് കറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ് എന്ന് പറയുന്നത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒബ്ജക്റ്റിന് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നീങ്ങൂടാ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മെല്ലെ മെല്ലെ, അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് വലുതാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദ ആൻസർ വിൽ ബി ബിയിലെ m⍵²L/k - m⍵². ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര സോൾവ് ചെയ്യാൻ ഭയങ്കര രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് സാർ അത് കിട്ടത്. കാരണം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈവൻ ചിന്തിക്കാം. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ എ സീലിംഗ് ഫാൻ ഈസ് സ്വിച്ച്ഡ് ഓൺ ഇറ്റ് മേക്സ് 10 revolutions ഇൻ ഫസ്റ്റ് 10 seconds അല്ലേ? അതായത് ഒരു ഫാൻ ഉണ്ട്. ഓക്കെ, ഒരു ഫാൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡിൽ 30 revolution കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? 3 സെക്കൻഡിൽ 30 revolution കംപ്ലീറ്റ് ചെയ്യും. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം, അസ്യൂമിങ് എ യൂണിഫോം ആംഗുലർ ആക്സലറേഷൻ ഹൗ മെനി റൊട്ടേഷൻസ് വിൽ ഇറ്റ് മേക്ക് ഇൻ നെക്സ്റ്റ് 3 seconds. അതായത് ആദ്യത്തെ 3 സെക്കൻഡ് 10 revolution കറങ്ങിയ ഒരു ഫാൻ അതേ ആക്സലറേഷനിൽ കറങ്ങുകയാണെങ്കിൽ അടുത്ത 3 സെക്കൻഡിൽ എത്ര തവണ കറങ്ങും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആംഗുലർ ആക്സലറേഷൻ ആയതുകൊണ്ട് കറങ്ങുന്ന എണ്ണം കൂടും. സോ ഡെഫിനറ്റ്ലി 30 ആയിരിക്കില്ല, ഇതിൽ കൂടുതൽ കറങ്ങും എന്നുള്ള കാര്യം ആദ്യമേ വേണം. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് 30 കുത്തരുത്, അത് തെറ്റിപ്പോവും. അല്ല 10 കുത്തരുത്, തെറ്റിപ്പോവും. കാരണം എന്താ? ആക്സലറേഷൻ ആണല്ലേ. അപ്പോൾ സ്പീഡ് കൂടുകയാണ്, അപ്പോൾ കറങ്ങുന്ന എണ്ണവും കൂടും. ഓക്കെ, സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 3 സെക്കൻഡിൽ 10 തവണയാണ് കറങ്ങിയത്. ഓക്കെ ആണല്ലോ? ഒരു തവണ കറങ്ങുമ്പോൾ അത് 2π റേഡിയൻ ആണ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം എന്താ? 2π റേഡിയൻ ആണ് ഒരു കംപ്ലീറ്റ് സർക്കിൾ അല്ലേ? ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. അപ്പോൾ ഇവിടെ 10 തവണ കറങ്ങി. അങ്ങനെയെങ്കിൽ 2π × 10 ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ആംഗിൾ റൊട്ടേറ്റഡ് എന്ന് പറയുന്നത്. സംശയം ഉണ്ടോ? ഇല്ല അല്ലേ? സോ തീറ്റ ഈസ് ഈക്വൽ ടു 2π × 10. ഓക്കെ ആണല്ലോ? നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു ω0t + ½ α t². അതായത് S is equal to ut + ½ at²ൻ്റെ ഇക്വാലൻസ്. ശരിയാണല്ലോ? അതെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ നമുക്ക് ω0 വേണം. നമുക്കറിയാം ദിസ് ഗൈ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ അത് 0 ആണ്. നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയാം 2π × 10. ഓക്കെ ആണല്ലോ? ടി നമുക്കറിയാം. ടി ഇതിപ്പോൾ എത്ര സെക്കൻഡാണ് കറങ്ങിയത്? 3 സെക്കൻഡാണ് കറങ്ങിയല്ലോ. സോ ടി ഈസ് ഈക്വൽ ടു 3. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്താൽ 2π × 10 is equal to 0 + ½ × α × 3². This is equal to ½ 3² എന്ന് പറയുമ്പോൾ 9 ആണ്. 9/2 ആൽഫ. അഥവാ എന്ത് കിട്ടി? 2π × 10 എന്ന് പറയുന്നത് 9/2 × ആൽഫ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾ കൊടുക്കുക. അപ്പോൾ 2π × 10 എന്ന് പറയുമ്പോൾ എത്രയാടാ? 9/2 ടൈംസ് ആൽഫ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത 3 സെക്കൻഡ്, അതായത് ആദ്യം ഈ ഒബ്ജക്റ്റ് 3 സെക്കൻഡ് കറങ്ങുകയാണ്. അതിനൊപ്പം അടുത്ത 3 സെക്കൻഡ് കൂടെ കറങ്ങുന്നതോടെ ഇപ്പോൾ ഒബ്ജക്റ്റ് മൊത്തം 6 സെക്കൻഡ് കറങ്ങി. ശരിയാണോ? ആ ഫാൻ ഇപ്പോൾ 6 സെക്കൻഡായിട്ട് കറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതായത് 6 സെക്കൻഡ് കറങ്ങുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക 6 സെക്കൻഡ് കൊണ്ട് ഇത് n ടൈംസ് കറങ്ങി. 6 സെക്കൻഡ് കൊണ്ട് ഇത് n ടൈംസ് കറങ്ങി. ഞാൻ പറഞ്ഞു 10 തവണ കറങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ 10 ആണ്. 2π × 10 ആണ്. 3 തവണയാണെങ്കിൽ 2π × 3 ആണ്. 15 ആണെങ്കിൽ 2π × 15 ആണ്. അങ്ങനെയെങ്കിൽ n തവണ കറങ്ങി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2π × n ടൈംസ് ആയിരിക്കും. മനസ്സിലായോടാ? അത് 2π × n ടൈംസ് ആയിരിക്കും. വീണ്ടും ഞാനിപ്പോൾ ആക്ച്വലി ഇത് 3ാമത്തെ സെക്കൻഡിൽ എടുക്കാത്ത കാരണം എന്താ അറിയോ? 3ാമത്തെ സെക്കൻഡിൽ നീ എടുക്കുകയാണെങ്കിൽ ആ 3ാമത്തെ സെക്കൻഡിൽ നീ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ S is equal to ut + ½ at² തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 3 സെക്കൻഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇനി ഞാൻ 4, 5, 6 ആ അടുത്ത 3 സെക്കൻഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താ അറിയോ? അവിടെ ഈ ഒബ്ജക്റ്റിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. ആ ഇനീഷ്യൽ വെലോസിറ്റി അതായത് 3 സെക്കൻഡ് 4ാമത്തെ സെക്കൻഡ് ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം v² - u² = 2as അടിച്ച് അത് കണ്ടുപിടിച്ച് പിന്നെ വേണം അത് സോൾവ് ചെയ്യാൻ. അതിനേക്കാൾ എളുപ്പമുള്ള വഴി എന്താ അറിയോ? ആദ്യത്തെ അതായത് 3 കൂടെ കൂട്ടി 6 സെക്കൻഡ്. ഇപ്പോൾ മൊത്തം 6 സെക്കൻഡാണ് ഫാന് കറങ്ങിയത്. അത് നീ ഒരൊറ്റ മോഷനായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ 2π × എന്ന് പറയുമ്പോൾ എത്രയാണ്? ω0t +
ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇവിടെ വീണ്ടും ഒമേഗ 0 0 ആണ്. കാരണം എന്താ, റെസ്റ്റിൽ നിന്ന് തുടങ്ങി 6 സെക്കൻഡാണ് കറങ്ങിയത് അല്ലേ. സോ 2π × n ഇസ് ഈക്വൽ ടു ഹാഫ് ആൽഫ. ടി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ടി എന്ന് പറയുന്നത് ഇവിടെ 6 സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു 36 ഓർ ദിസ് വിൽ ബി ഈക്വൽ ടു 18 ആൽഫ. ഓക്കെ ആണല്ലോ. സോ ഇവിടുന്ന് എന്ത് കിട്ടി, 2π n ഇസ് ഈക്വൽ ടു 18 ആൽഫ. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. എത്ര കിട്ടിയേ, 2π × 10 ഇസ് ഈക്വൽ ടു 9/2 ആൽഫ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 2/1 അങ്ങ് ചെയ്തേ, എന്ത് പറ്റി, 2π വെട്ടിപ്പോയി. n/10 ഇസ് ഈക്വൽ ടു 18 ആൽഫ ബൈ 9/2 ആൽഫ. ഇതൊന്നും വെട്ടിപ്പോയി, ഇതൊരു 2 ആണ്. 2 അപ്പോൾ ഈ 2 മോളിക്ക് വരുമ്പോൾ 2 to 4 ആയി അല്ലേ. സോ n/10 ഇസ് ഈക്വൽ ടു 4 ഓർ n ഇസ് ഈക്വൽ ടു 40. n ഇസ് ഈക്വൽ ടു 40. പക്ഷേ ഇതിൽ കുട്ടികൾ വരുന്ന മിസ്റ്റേക്ക് എന്താ അറിയോ, ഇവർ നേരെ ഇവിടെ 40 കാണും, 40 കുത്തും. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്താ, ഈ n ഈക്വൽ ടു 40 എന്ന് പറയുന്നത് 0 തുടങ്ങി 6 സെക്കൻഡ് കംപ്ലീറ്റ് സമയം കൊണ്ട് ഈ ഫാൻ കറങ്ങുന്നതാണ് 40 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത്, ആദ്യത്തെ 3 സെക്കൻഡ് ഇത് 10 തവണ കറങ്ങുന്നുണ്ട്. അതായത് ഈ 40-ൽ ആദ്യത്തെ 10 അല്ലെങ്കിൽ 40-ലെ 10 എന്ന് പറയുന്നത് ആദ്യത്തെ 3 സെക്കൻഡ് കറങ്ങിയതാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4, 5, 6 അല്ലേ, അവസാനത്തെ 3 സെക്കൻഡിൽ എത്ര എണ്ണം കറങ്ങിയതാണ്. അതെത്രയാടാ, 40 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഓക്കെ ആണല്ലോ. സോ അടുത്ത 3 സെക്കൻഡിൽ എത്ര എണ്ണം കറങ്ങി, 30 റൊട്ടേഷൻ. ക്വസ്റ്റ്യൻ ഭയങ്കര ചെറുതാണ്, ശരിയാണല്ലോ. ക്വസ്റ്റ്യൻ ഭയങ്കര ചെറുതാണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ നോക്കുമ്പോഴാണ് എന്ത് പറ്റുക, തെറ്റിപ്പോകും. അതെ, യാരിയാനസ് അതേ മിസ്റ്റേക്ക് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. യാരിയാനസ് 40 എന്നാണ് ഇട്ടത്, യാരി അത് 30 ആണ് കേട്ടോ. അത് എല്ലാവരും ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് സാർ തെറ്റിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പോയിന്റ് ചെയ്ത് എടുത്തു തന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുമോ, ഒന്ന് ഓൾറെഡി വ്യൂസൊക്കെ കുറവാണ്ട്, ഓൾറെഡി കുട്ടികൾ ഭയങ്കര ഡള്ളായിട്ടാണല്ലോ. എന്ത് പറ്റി, നമുക്ക് ഉള്ള ആൾക്കാർ, നമ്മളിപ്പോൾ 28 ആൾക്കാരുണ്ട്, ഇതിലൊരു 20 പേര് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ഷടപടയുന്ന ആക്റ്റീവാണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ ഇത്ര നല്ല കിടിലൻ ചാപ്റ്റർ കൊണ്ട് വന്ന് നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നത്? അതോപ്പോൾ നീറ്റിൻ്റെ പ്രിപ്പറേഷനായി എല്ലാവരും റിവിഷനിലേക്കൊക്കെ മാറി, അതുകൊണ്ടാണോ വരാത്തത്? എന്തൊക്കെയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിപ്പോൾ വെറും ക്വസ്റ്റ്യൻസ്, കോമ്പീസ് അങ്ങനെ നമ്മൾ വലിച്ചു നീട്ടാണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ഒരു മണിക്കൂറെങ്കിൽ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര മാക്സിമം കണ്ടൻറ്റ് തരാൻ പറ്റുമോ അത് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഓക്കെ, എല്ലാം ഭയങ്കര നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഉള്ള ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓ അത് ശരിയല്ല, ഇന്ന് സൺഡേ ആയിട്ടാണ്. ദാറ്റ്സ് അനദർ തിങ്. യെസ്, ഡെഫിനറ്റ്ലി സൺഡേ ആണ്. അത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചതാ, നന്നായി. ഓക്കെ, സോ ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്കിയേ. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ബട്ട് സാറ് ചെയ്യുന്നത് പോലെ ആലോചിക്കാൻ അറിയണം. ആക്ച്വലി സാറ് ചെയ്യുന്നത് ഇറ്റ്സ് ഡ്യൂ ടു പ്രാക്ടീസ്. ഞാൻ പറയുമല്ലോ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട ദ പ്രോബബിലിറ്റി വിച്ച് ഐ ഡു ഇസ് വെരി ലെസ്, റൈറ്റ്? ചില ക്വസ്റ്റ്യൻസ് ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് കിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പം നമ്മളത് ആ ക്വസ്റ്റ്യൻ അങ്ങ് കാണുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട, അപ്പോൾ ഇതിനേക്കാൾ അടിപൊളി ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഐ ജസ്റ്റ് പ്രോമിസ് യു, ഇതൊന്നും നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം അത്ര നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. മേ ബി അത് ഇന്നത്തെ ദിവസം പ്രശ്നമായിട്ടാണ്. ഇതുപോലെ മൺഡേ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല, നമുക്കുള്ള കുട്ടികളായിട്ട് നമുക്ക് മാക്സിമം അടിപൊളിയാക്കാടാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A ball of mass 0.6 kg is attached to a light inextensible string rotates in a vertical circle അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാസ് m is equal to 0.6 കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.6 കിലോഗ്രാം ആണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യാണ്, വെർട്ടിക്കൽ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ഇതിൻ്റെ റേഡിയസ് r is equal to 0.75 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് എത്രയാ, 0.75 മീറ്റർ. സ്പീഡും തന്നിട്ടുണ്ട് അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ടെൻഷൻ ഇൻ സ്ട്രിങ് വെൻ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഓൺ അതർ സൈഡ്. അതായത് ടെൻഷൻ ഇൻ സ്ട്രിങ് ഹൊറിസോണ്ടൽ, നമ്മൾ വെർട്ടിക്കൽ ഇങ്ങനെ കറക്കുന്നത് അല്ലേ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് ഹൊറിസോണ്ടൽ ആവും, അതായത് ഈ പൊസിഷൻ, ഇതാണ് ഹൊറിസോണ്ടൽ പൊസിഷൻ. അതായത് ഇത് ഈ പൊസിഷനിൽ വരികയാണ്, ഇത് ഈ പൊസിഷനിൽ വരികയാണെങ്കിൽ
ഇതിലുണ്ടാവുന്ന ടെൻഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോടാ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഒബ്ജക്റ്റ് താഴ്ത്തിക്ക്, അതായത് നമുക്കറിയാം ഇപ്പം ഏതൊരു ആംഗിൾ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനൊരു സപ്പോസ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിവിടെ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വെയിറ്റ് ഇവിടെ താഴെ mg ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇവിടെ താഴെ mg ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ mg ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? mgക്ക് കോമ്പോണൻസ് ഉണ്ടാവും അല്ലേ? mgക്ക് ഒരു കോസ് തീറ്റ ഉണ്ടാവും, mgക്ക് ഒരു സൈൻ തീറ്റ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ mgയുടെ ഒരു കോസ് കോമ്പണൻ്റ് കൂടെ എന്തിനു ഹെൽപ്പ് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ mg നേരെ താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് mgക്ക് ഒരു റോളില്ല, അതായത് mg ഡസൻ കോൺട്രിബ്യൂട്ട് ടു ദ ടെൻഷൻ. ഓക്കെ ആണല്ലോ? അത് ക്ലിയർ ആണല്ലോ? അതായത് ഹൊറിസോണ്ടൽ വരുമ്പോൾ ഇങ്ങനെയാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ടെൻഷൻ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ശരിയാണല്ലോ? അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് എത്ര വരിക? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, സെൻട്രിപിറ്റൽ ആക്സലറേഷൻസ് ആക്ടിങ്. അപ്പോൾ അതെന്തായാലും ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് mv²/r. പ്ലസ് ഇനി ആക്ട് ചെയ്യാൻ സാധ്യത mg ആണ്. അത് mg കോസ് തീറ്റയാണ്. പക്ഷേ ഇവിടെ തീറ്റ എത്രയാണ്? തീറ്റ 90 ഡിഗ്രിയാണ്. ശരിയാണോടാ? തീറ്റ ഇവിടെ 90 ഡിഗ്രിയാണ്. സോ ദിസ് ഈസ് mv²/r പ്ലസ് mg കോസ് തീറ്റ ഇസ് mg ഇൻറ്റു 0, ദാറ്റ് ഈസ് 0. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു m ഈസ് 0.6 ഇൻറ്റു v² എന്ന് പറയുന്നത് എത്രയാണ്? 5² r എന്ന് പറയുന്നത് എത്രയാണ്? r എന്ന് പറയുന്നത് 0.75. ഓക്കെ ആണല്ലോ? ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? 0.6 ഇൻറ്റു 5² ഇസ് 25. 0.75 എന്താ ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ ചെയ്യാറുള്ള കാര്യം 0.75 3/4 അല്ലേ? 3/4 ഇങ്ങനെ എഴുതാം. 0.2 ആയി, 25 ഇൻറ്റു 0.2 വരുമ്പോൾ 55 ആയി, 5 ഇൻറ്റു 4 എത്രയായി? 20 ആയി. സോ ആൻസർ ഇസ് 20 ന്യൂട്ടൺ. സോ ആൻസർ ഇസ് 20 ന്യൂട്ടൺ. മനസ്സിലായോടാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോ ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് കാണാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ് സാർ തന്നിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും യു ഷുഡ് എക്സ്പെക്ട്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരും അടിപിടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കടാ. നമുക്ക് അങ്ങനെയല്ലേ വ്യൂസ് കൂട്ടാൻ പറ്റുള്ളൂ. പിള്ളേരെല്ലാവരും വന്ന് പഠിക്കട്ടെ. നിങ്ങളൊരു 23 പേര് മാത്രം പഠിച്ചാൽ ശരിയാവും? ഇല്ലല്ലോ. നമുക്കറിയുന്നവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അത് ആൻസർ ഇസ് 20 ന്യൂട്ടൺ. ആരാ 20 ന്യൂട്ടൺ പറഞ്ഞത്? സഫ പറഞ്ഞിട്ടുണ്ടല്ലോ 20 ന്യൂട്ടൺ. ഗ്രേറ്റ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് 10 കിലോഗ്രാമാണ്. ഇറ്റ് ഈസ് വേൾഡ് റൗണ്ട് എ ഹൊറിസോണ്ടൽ സർക്കിൾ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാമ്പ് ഉണ്ട്, ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റ് കെട്ടി തൂക്കിയിട്ടു. ഇത് ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായടാ? ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് ലൈക്ക് എ സർക്കിൾ. അപ്പോൾ അതൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? സോ നമുക്കിത് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അത് 10 kg ആണ്. അതുപോലെ തന്നെ റേഡിയസ് തന്നിട്ടുണ്ട്, അത് 4 മീറ്ററാണ്. അതുപോലെ തന്നെ തീറ്റ തന്നിട്ടുണ്ട്, അത് 30 ഡിഗ്രിയാണ് അല്ലേ? സോ ദിസ് ഇസ് 30 ഡിഗ്രി. പിന്നെ എന്താ തന്നിട്ടില്ലേ? വെലോസിറ്റി v തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി v എത്ര തന്നിട്ടില്ലടാ? വെലോസിറ്റി v ഈസ് 5 മീറ്റർ/സെക്കൻഡ്. ഓക്കെ ആണല്ലോ? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 5 മീറ്റർ/സെക്കൻഡ്. ഇനി നിങ്ങളോട് ചോദിച്ചുള്ള വാട്ട് ഈസ് ദി ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? എഗെയിൻ ദ ക്വസ്റ്റ്യൻ കംസ് ടു ടെൻഷൻ. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഡയറക്ഷനിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? mg ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ട്. അതാരാ? എഗെയിൻ നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്, mv²/r. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങൾ ആദ്യമായിട്ട് മേ ബി പഠിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇത് ആക്ച്വലി പ്ലസ് വണ്ണിൽ ഒരു എന്താ പറയുക, ഒരു ഫിസിക്സിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതായത് ഒരു ഫോഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ഫോഴ്സാണ്. ടി ഉണ്ട്, എഫ് ഉണ്ട്, അതുപോലെ തന്നെ mg ഉണ്ട്. ശരിയാണല്ലോ? ഇവിടെ ടി ഉണ്ട്, എഫ് ഉണ്ട്, mg ഉണ്ട്. പ്രോബ്ലം നിങ്ങൾക്കൊന്നും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇവരുടെ ടി കോസിലെ സൈൻ തീറ്റ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇവരെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ 3 പേരും ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, ടി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ?
ഒ ബി ആണ്, ശരിയാണല്ലോ. ഒ ബി ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ ടി ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ എ എന്ന് എടുക്കാം, കാരണം എ, ഇതിനെ ബി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ടി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒ എ ആണ്, ശരിയാണല്ലോ. അതുപോലെ തന്നെ എഫ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. അതുപോലെ തന്നെ എം ജി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ താഴേക്കാണ്, അത് ഈ ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷനാണ്. സോ ദാറ്റ് ഈസ് ഒ ബി. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 3 ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെന്നാണ്. കാരണം എന്താ, ഈ ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും, കറക്റ്റ് ഈ വേൾഡ് സർക്കിൾ കിട്ടില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്ത് വെച്ചാൽ ഈ ഇതിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ആക്ച്വലി ഇതെന്താ പറയുക, ഇത് ആക്ച്വലി ഒരു ഫോഴ്സിൻ്റെ ഒരു ലോ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പഠിക്കാനല്ല, ബട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേറെ പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു എളുപ്പമുള്ളൊരു മെത്തേഡ് ഇതാണ്. ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം. അതായത് എന്താ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, when 2 or more forces are acting in a system and if the system is in equilibrium, the ratio of force to the line acting will be constant. ഓക്കെ ആണല്ലോ, മനസ്സിലായോടാ. അപ്പോൾ അതാണ് എന്ത് ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 2 ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്തേ, എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് വന്നാൽ ഒ എ ബൈ എ ബി ഇൻറ്റു എഫ്, ശരിയാണല്ലോ. ഇറ്റ് ഈസ് ഒ എ ബൈ എ ബി ഇൻറ്റു എഫ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ആദ്യം ഒ എ ബൈ എ ബി, അതായത് ഒ എ ബൈ എ ബി. ഓക്കെ ആണല്ലോ, ഒ എ ബൈ എ ബി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒ എ ബൈ എ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു സൈൻ 30 എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, സൈൻ 30 എടുക്കാമെന്ന് വിചാരിക്കുക. സൈൻ 30 എടുത്ത് എന്താ പറ്റുക, സൈൻ 30 എന്ന് പറയുന്നത് എ ബി ബൈ ഒ എ ആണ്, ശരിയാണല്ലോ. സൈൻ 30 എന്ന് പറയുന്നത് എ ബി ബൈ ഒ എ ആണ്. ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ. സോ ശ്രദ്ധിക്കുക, സൈൻ 30 എന്ന് പറയുന്നത് എത്രയാ, ദാറ്റ് ഈസ് 1/√3. ഓക്കെ ആണല്ലോ. സോറി, 1/2 √3/2 അല്ലേ. സോ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത് എ ബി ബൈ ഒ എ ആണ്. നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താ, ഒ എ ബൈ എ ബി ആണ്. എന്ന് പറഞ്ഞാൽ ഒ എ ബൈ എ ബി ഈക്വൽ ടു 2. ഒ എ ബൈ എ ബി is equal to 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു വാട്ട് ഈസ് എഫ്, എഫ് ഈസ് എം വി സ്ക്വയർ ബൈ ആർ, ശരിയാണല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എം എത്രയാടാ, പറഞ്ഞ് എം ഈസ് 10 ഇൻറ്റു വി എത്രയാ, വി ഈസ് 5 സ്ക്വയർ ബൈ ആർ എത്രയാ, ആർ ഈസ് 4. ഓക്കെ ആണല്ലോ. സോ എന്ത് പറ്റി, സോ ദിസ് ഇസ് 2, ദിസ് ഇസ് 5, സോ ദിസ് ഇസ് 5 ക്യൂബ് അല്ലേ. 5 ക്യൂബ് ആ റേഞ്ചിലാണ് വരിക. സോ ദിസ് ഷുഡ് ബി സംവെയർ അറൗണ്ട് 125 ന്യൂട്ടൺ അല്ലേ. 25 × 5 125 ആണ്. സോ അതിനടുത്ത് നമുക്ക് 125ന് ഏറ്റവും അടുത്തുള്ളത് ഏതാ, 128 ആണ്. സോ ദ ആൻസർ ഇസ് 128. ഫൈൻ, ഗ്രേറ്റ്. സോ ലിങ്ക് സ്റ്റാറ്റസ് ഇടാം. യെസ്, ഒറ്റ അത് ഇട്ടോടാം, കുഴപ്പമില്ല. സർ ആപ്പിലും മലയാളത്തിൽ ക്ലാസ് എടുത്തൂടെ? ഐ തിങ്ക് ആപ്പിൽ ഓൾറെഡി ഈ ക്ലാസ്സസ് എല്ലാം റെക്കോർഡായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, റിപ്പീറ്റേഴ്സിൻ്റെയും ക്യാപ്സൂളിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്ത് തരാമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്കൊരു സ്റ്റഡി കണ്ടൻറ്റായിട്ട്, അത് നിങ്ങൾക്ക് റിവിഷൻ കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോടാ, പറഞ്ഞേ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. നിങ്ങൾ ആദ്യം പറഞ്ഞു ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അതായത് കുറച്ചൊരു സാധാരണ നിങ്ങൾ റൊട്ടേഷനെ അപ്രോച്ച് ചെയ്യുന്ന പോലെയാണോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്? ഉള്ളവർ, അതായത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരൊന്നും റെസ്പോണ്ട് ചെയ്തെന്ന്. ഓൾറെഡി കുട്ടികൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണോ കാണുന്നത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീനിൽ മാറ്റി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ലൈക്ക് വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, റൈറ്റ്? അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എനിക്കാകെ കാണുന്നത് ക്യാമറയാണ്, എനിക്ക് ഒരിക്കലും നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാം. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ. നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൽ പറയുന്ന പോലെ, വാണ്ട ക്യാരക്ടർ പറയുന്ന പോലെ, ദാറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? അത് മാത്രം പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഫൈൻ. യാരിയാണ് ലോസ് ഓഫ് മോഷൻ പോലെയുണ്ട്. ഇത് ലോസ് ഓഫ് മോഷൻ അല്ല ആക്ച്വലി. ദിസ് ഇസ് ആക്ച്വലി ഫ്രം ദിസ് വൺ. ഏതാണ്? നമ്മുടെ റൊട്ടേഷൻ കൈനറ്റിക്സ് തന്നെയാണ്. കാരണം ഈ ഇട്ട് സ്വേൾ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ വേർട്ടിക്കൽ സർക്കിളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടെങ്കിലും പക്ഷേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഈ ഭാഗത്ത് നിന്നാണ് ചോദിക്കുക. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. പക്ഷേ അതിനകത്ത് ഓക്കെ ഫൈൻ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കുറേ ഇനിയിപ്പോൾ അങ്ങനെ, അതായത് ഇത് ലോസ് ഓഫ് മോഷൻ ആണെന്ന് തോന്നുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്തോ.
ഗ്രേറ്റ്. ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ്സ് ഓക്കെ ലക്ഷ്മി, കുഴപ്പമില്ലടാ. കാരണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഒപ്പമായിട്ട് ചെയ്യാൻ മതിയല്ലോ. ഗ്രേറ്റ്. സാർ ഇഷ്ടമായിക്കണം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടാ അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ദിസ് ഇസ് നോട്ട് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം കൺസെപ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത്, മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും, കാരണം ക്യാപ്സ്യൂളിൽ പ്രീവിയസ് ഇയർ ചെയ്യും, കോമ്പിയിൽ പ്രീവിയസ് ഇയർ ചെയ്യും, നിങ്ങൾ ഏതൊരു ബുക്ക് എടുത്താലും അതിനകത്തും ഫുൾ പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ആണെങ്കിൽ എല്ലാവരും ആൻസർ പറയുന്നത്, കാരണം നിങ്ങൾ എല്ലാവരും ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പഠിക്കുകയല്ല, അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം അല്ലേ, പുതിയൊരു കൺസെപ്റ്റിലൂടെ ആ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. നല്ല ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാർ, കൺസെപ്റ്റ്സ് മനസ്സിലാകുന്നുണ്ട്, ഇറ്റ്സ് ഓസം. നല്ലൊരു ലെവൽ ചിന്തിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. യെസ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ആക്ച്വലി എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. അതായത് ഈവൻ ദോ നമ്മളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിലും ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മളത് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലെവലിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ലെവലിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പുഷ്പം പോലെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഹൊറിസോണ്ടൽ സർക്കിൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കില്ലേ? ലൈക്ക് നമ്മൾ പറയാം, നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു വെസ്റ്റേൺ ഗട്ട്സ് കീഴടക്കണം. നമ്മൾ ആദ്യമേ കയറുന്നത് ഹിമാലയമാണ്. ഹിമാലയം കയറി കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് എന്താ, നിങ്ങൾക്ക് ഒരുമാതിരി വീട് ഓടിക്കയറുന്ന പോലെ ഓടിക്കയറാൻ പറ്റും, ശരിയാണല്ലോ? അപ്പോൾ ലൈക്ക് നമ്മൾ പറയും കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളം കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്യാം. കാരണം ഇത് എക്സാം അല്ല, ഇത് ലൈവാണ്, ഇത് ഞാൻ ചെയ്യാൻ തരികയാണ് അല്ലേ. ഇത് നിങ്ങൾക്ക് എക്സാം പോലും ഇട്ടുതന്നതല്ല, എക്സാമിന് ഒരിക്കലും ടഫ് വരില്ല. പക്ഷെ നമുക്ക് പഠിക്കാം, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, മതി, പഠിക്കാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഇത് എളുപ്പമാണ്, ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ്, ഇതും ചെയ്യണം, ഇതൊക്കെ പ്രോപ്പറാണ്. 3 point masses M1, M2 and M3 are placed at the corners of thin massless rectangular sheet as shown in figure. The center of mass of the system ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 മാസ് ഉണ്ട് അല്ലേ. M1 is equal to 1.6 kilogram, M2 is equal to 2.0 kilogram, M3 is equal to 2.4 kilogram. ശരിയാണോ? M1 is equal to 1.6, M2 is equal to 2, M3 equal to 2.4. ഇത് ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ത്രൂ ഔട്ട് ആസ് എ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് ആയതുകൊണ്ട് ദിസ് വിൽ ബി ഹാവിങ് എൻ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. ആദ്യം ചോദിക്കട്ടെ, വാട്ട് ഇസ് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്? M1 x1 plus M2 x2 plus M3 x3 divided by M1 plus M2 plus M3. ശരിയാണോ? ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് വാട്ട് ഈസ് YCM? M1 y1 plus M2 y2 plus M3 y3 divided by M1 plus M2 plus M3. കിട്ടിയോടാ? ദാറ്റ് ഈസ് M1 plus M2 plus M3. അപ്പോൾ നമുക്കിവിടെ x1 x2 x3 കണ്ടുപിടിക്കണം. x1 എന്ന് പറയുമ്പോൾ ഇവിടെ x1 0 ആണ്, അറിയാലോ. ഇവിടെ x1 0 ആണ്. അതുപോലെ തന്നെ y1ഉം 0 ആണ്, കാരണം ഇത് ഒറിജിനലാണ്, a ഉള്ളത് ഒറിജിനലാണ്. ഇനി x2 എടുത്തേ, x2 ഇതാണ്. x2 എത്രയാടാ? x2 ഇവിടെ 1.2 മീറ്റർ മാറിയിട്ടാണ്. സോ ദിസ് ഇസ് 1.2. y2 എത്രയാ? y2 അഗെയിൻ x ആക്സിസിലാണ്, സോ ഇറ്റ് ഇസ് 0. ഇനി x3 നോക്കിയേ, x3 ഇവിടെ y ആക്സിസിലാണ്, സോ അതിൻ്റെ x ആക്സിസ് 0 ആണ്. y3 എത്രയാ? y3 ഈസ് ഇവിടെ എത്ര? 1 മീറ്റർ ആണ്, സോ ദിസ് ഇസ് 1. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉത്തരമായി. ഓക്കെ ആണല്ലോ? ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് പറ്റി? M1 x1, സോ M1 x1 1.6 ഇൻറ്റു 0 പോയി. അപ്പോൾ ഇതിനടുത്ത് M2 x2 2 ഇൻറ്റു 1.2. അപ്പോൾ ഞാൻ പോകണമെങ്കിൽ അത് എഴുതരാം. 1.6 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1.2 പ്ലസ് ഇത് M3 x3 വരുമ്പോൾ 2.4 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1.6 പ്ലസ് 2 പ്ലസ് 2.4. 1.6 പ്ലസ് 2 പ്ലസ് 2.4. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.2 2 ഇൻറ്റു 1.2 ബൈ 1.6 പ്ലസ് 2 പ്ലസ് 2.4 എന്ന് പറയുമ്പോൾ 4.4. 4.4 പ്ലസ് 1.6 എന്ന് പറയുമ്പോൾ 6. ഓക്കെ ആണല്ലോ? സോ ദിസ് വിൽ ബി 3 അല്ലേ. അപ്പോൾ 1.2 ബൈ 3, ദിസ് ഇസ് 0.4 മീറ്റർ. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് 0.4 മീറ്റർ. ഉത്തരം കിട്ടി. ഉത്തരം ദാ ഇവനായിരിക്കും, 0.4 മീറ്റർ ആയിരിക്കും. നമുക്ക് എന്താ അടുത്തത് കൂടെ അങ്ങ് ചെയ്യാം. വാട്ട് ഈസ് YCM is equal to M1 y1. So this is 1.6 into 0
plus m2y2 2 into 0 plus m3y3 2.4 into 1 divided by 1.6 plus 2 plus 2.4. കണ്ടോ 2 into 1.2 2.4 ആണ്, ഇവിടെ 2.4 into 1 ആണ്, so it is definitely 2.4 by 6. ഇത് എന്തേ വരുള്ളൂ 0.4 എന്നേ വരിക. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ദി ആൻസർ ഇസ് 0.4 0.4. ഓക്കെ ഗ്രേറ്റ്. ആരാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത് നോക്കട്ടെ. ആരാ അതിൻ്റെ ഉത്തരം പറഞ്ഞത്? യാരി അനസാണ് ആദ്യം പറഞ്ഞത്, ഫോളോഡ് ബൈ മിഹ, അതുപോലെ തന്നെ ദിസ് ആൻഡ് ദാറ്റ്. ഓക്കെ ഗ്രേറ്റ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ തീരാണ് കേട്ടോ, ഓക്കെ മനസ്സിലായോടാ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? സാറ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം കുട്ടികൾ കുറവായിട്ട് കുറച്ച് പേര് റിപ്ലൈ ചെയ്യാൻ താമസം ഉണ്ടാവും, കുറച്ച് പേര് റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. ലൈക്ക് ക്ലാസ് കേട്ടവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സ്ഫിയർ ഓഫ് മാസ് m and radius r about an axis passing through its center is 2/5 mr². നമുക്ക് I തന്നിട്ടുണ്ട് 2/5 mr². The radius of gyration of sphere about a parallel axis to the above and tangent to the sphere is. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനൊരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ആക്സിസ് എബൌട്ട് തന്നിട്ടുണ്ട് അല്ലേ, അത് 2/5 mr² ആണ്. അപ്പോൾ നമുക്കിവിടെ ഏത് യൂസ് ചെയ്യാം? നമുക്കിവിടെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ പാരലൽ ആക്സിസ് തിയറം? I' is equal to I plus m into r². സോ r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് നമ്മുടെ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ആൻഡ് ദി റിക്വയർഡ് ആക്സിസ്, റൈറ്റ്? അപ്പോൾ ഇവിടെ I is equal to എത്രയാ? 2/5 mr² പ്ലസ് ഇവിടെയും അത് റേഡിയസ് തന്നെയാണ് mr² അല്ലേ. ഒന്ന് ജസ്റ്റ് ടാൻജൻഷ്യലായി പോകുന്നതാണ്. അപ്പോൾ അവന്മാർ പരസ്പരമുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? mr² ആണ്. സോ ദാറ്റ് ഈസ് 2 + 5 എന്ന് പറയുമ്പോൾ 7/5 mr². പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഡിഫൈൻഡ് ആസ് mk². ശരിയാണല്ലോ. സോ ഇവിടെ mk² ആണ് m/5 mr². m വെട്ടിപ്പോയി. ഫോർ k is equal to √7/5 into r. കാരണം r² റൂട്ട് എത്രയാണ്? 6 ആണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ് ഫൈൻ. സോ ദി ആൻസർ ഇസ് k is equal to √7/5 r. √7/5 r. ഓക്കെ ഗ്രേറ്റ്. സോ യെസ് അറിയുന്നവർ പറയുന്നുണ്ട്. ഗുഡ്. അപ്പോൾ ആരാ അതിൻ്റെ ആൻസർ ആദ്യം പറഞ്ഞാൽ? എഗെയിൻ യാരി അനസ് ഹാവ് ഗിവൺ ദി ആൻസർ ഫോളോഡ് ബൈ സഫ. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? സാധാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, സാറ് ജസ്റ്റ് ഒന്ന് മാറി കുറച്ച് കയറുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കുള്ളൂ. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു എക്സ്പെക്ട് ഇൻ നീറ്റ്. ഇതിൽ കൂടുതൽ നിങ്ങളോട് ചോദിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു രസത്തിന് അല്ലേ, എപ്പോഴും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ കണ്ട് നിങ്ങൾക്ക് മടി പിടിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ചൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാറ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത്, അല്ലാണ്ട് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനൊന്നും അല്ല കേട്ടോ. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്തത് അതേപോലത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ലൈക്ക് യു ഹാവ് ടു തിങ്ക്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഇഫ് ദി എർത്ത് സഡൻലി ചേഞ്ചസ് ഇറ്റ്സ് റേഡിയസ് എക്സ് ടൈംസ് ദ പ്രസൻറ്റ് വാല്യൂ, അത് കൂടുകയാണോ കുറയാണോ എന്നറിയില്ല. ഇപ്പോൾ എക്സ് 1/2 ആണോ 2 ആണോ എന്നൊന്നും നമുക്കറിയില്ല. ദ ന്യൂ പീരിയഡ് ഓഫ് റൊട്ടേഷൻ വിൽ ബി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് എക്സ് ടൈംസ് മാറുകയാണെങ്കിൽ പീരിയഡ് ഓഫ് റൊട്ടേഷൻ എന്താവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ? ദിസ് ഇസ് ലൈക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. കാരണം സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, സോ സിമ്പിൾ ബട്ട് യെറ്റ് കൺഫ്യൂസിങ്, റൈറ്റ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. എന്താണ് തന്നിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ എർത്ത് ചെറുതാവ് വലുതാവ് വെച്ചിരിക്കുക. അപ്പോൾ ചെറുതായി നിൽക്കുകയാണ്. ഓക്കെ, ഇത് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻറ്റേർണലി അല്ലേ. ഈ എർത്ത് അങ്ങ് ചെറുതായി പോവാണ്. അതായത് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ദർ ഇസ് നോ എക്സ്റ്റേണൽ തിങ് ഹാപ്പനിങ്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ദ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ് ആംഗുലർ മൊമെൻറ്റം ഓർ എൽ ഇസ് കൺസേർവ്ഡ്. കിട്ടിയോടാ? എൽ ഇസ് കൺസേർവ്ഡ്. അതായത് എൽ ഇസ് ഈക്വൽ ടു I ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വാട്ട് ഇസ് ഐ? ഇതിന് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു അല്ലേ? 2/5 mr² ഇൻറ്റു നമുക്കിതെന്താ ഒമേഗ എന്ന് പറയുമ്പോൾ 2π/t അല്ലെങ്കിൽ 2π nu എന്നൊക്കെ പറയാം. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്.
ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചേ 2/5 കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, 2π കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആവും, ശരിയാണല്ലോ. അഥവാ r²/t, ഇപ്പോൾ ബാക്കി r²/t ആണ് അല്ലേ. r²/t ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ശരിയാണോടാ. r²/t ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ r1²/r2² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും r1 ഇങ്ങനെ എടുക്കാം, r1²/t1² is equal to r2²/t2². സംശയം ഉണ്ടോ? r1²/t1² is equal to r2²/t2². ഓക്കെ ആണല്ലോ. സോ ഹിയർ t2² is equal to ഹിയർ സോറി t ഉള്ളൂ t² അല്ല, t1/t2 കണ്ടോ, t ആണ് കേട്ടോ. സോ ഹിയർ t2 is equal to r1²/r2² into t1. ഓക്കെ ആണല്ലോ. t2 is equal to r2² t2 is equal to r2²/r1² into t1. ഓക്കെ ആണല്ലോ. t2 is equal to r2²/r1² into t1. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് r2²? r2 പറഞ്ഞിട്ടുണ്ട് x ടൈംസ് r ആണ് അല്ലേ, അതായത് റേഡിയസ് ഓഫ് r ബിക്കംസ് x ടൈംസ് r. അപ്പോൾ ദിസ് ഇസ് x r1²/r1² ഇൻറ്റു t1. t1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം പീരീഡ് ആണ്, അത് 24 hour ആണ്. ഓക്കെ, അപ്പോൾ r1² വെട്ടിപ്പോയി. സോ ദിസ് ഇസ് x² അല്ലേ. അപ്പോൾ x ഇത് മൊത്തം ഹോൾ സ്ക്വയർ അല്ലേ വരെടാ. സോ ദിസ് വിൽ ബി ലൈക്ക് x r1/r1 ദി ഹോൾ സ്ക്വയർ വരെ. അപ്പോൾ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ദർ വിൽ ബി x² ബാക്കി അല്ലേ. സോ x² into 24, അഥവാ ആൻസർ ഇസ് 24x² hour. ആൻസർ ഇസ് 24x² hour. ഓക്കെ ആണല്ലോ. ആൻസർ വിൽ ബി സി. ആരെങ്കിലും സി പറഞ്ഞിട്ടുണ്ടോ? യെസ്, മിഹ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. ഐ തോട്ട് ലോ ഓഫ് പീരിയഡ്, ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. ദ റീസൺ ബീയിങ് നമുക്ക് t² പ്രപ്പോർഷണൽ ടു r³ എന്ന് പറയുന്ന ആ r എന്താണ്, ആ r എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്, ഇതിൻ്റെ എന്താ പറയുക ഹീലിയോൺ അല്ലെങ്കിൽ എപ്ഹീലിയോൺ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്, അല്ലാണ്ട് നമ്മുടെ പ്ലാനറ്റിൻ്റെ റേഡിയസ് അല്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ലോ ഓഫ് ടൈം പീരിയഡ് എടുത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. ആൻസർ ഇസ് 24x². മിഹ പറഞ്ഞിട്ടുണ്ട്, യാരിയാനസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. സോ വിത്ത് ദാറ്റ് വി ആർ എൻഡിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിലും നല്ലൊരു ക്വസ്റ്റ്യൻ ആവട്ടെ. യെസ്, അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയേ. യെസ്, ബട്ട് അതിന് ഇത് റെവല്യൂഷൻ അല്ല, ഇത് റൊട്ടേഷൻ. യെസ്, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് നേരത്തെ നമ്മൾ പഠിച്ചത്, അതായത് ലോ ഓഫ് മറ്റേ പ്ലാനറ്ററി മോഷൻ കംപ്ലീറ്റ് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് റെവല്യൂഷൻ. ഇവിടെ നമുക്കുള്ളത് റൊട്ടേഷൻ ആണ് കേട്ടോ. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്തോ നോക്കട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 1 kilogram ഈസ് മൂവിങ് അലോങ് എ ലൈൻ y is equal to mx plus 2. അപ്പോൾ y equal to mx plus 2. ഇത് ഈ ഒരു ലൈനിലൂടെ മൂവ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമുക്ക് ഈ ലൈൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. y equal to x plus 2 അങ്ങനെ ഒരു ഫോർമുലയിലാണ് നീങ്ങുന്നത്, ശരിയാണല്ലോ. അപ്പോൾ y equal to x plus 2 പറഞ്ഞാൽ when x is equal to 0 y equal to 2, and when y equal to 0 x equal to -2. ശരിയാണോ? when x equal to 0 y equal to 2, and when x equal to -2 y equal to 0. അപ്പോൾ അത്രയും ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിതിനൊന്ന് ഗ്രാഫ് ആക്കാൻ ശ്രമിച്ചാലോ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഗ്രാഫ് ആക്കാണ്. ഓക്കെ, സോ ഇതിനൊന്ന് ഗ്രാഫ് ആക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഒന്നാമത്തെ പോയിന്റ് x ഈക്വൽ ടു -2, അപ്പോൾ y 0 ആണ്. അടുത്ത പോയിന്റ് y ഈക്വൽ ടു 2. സോ ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത്. കിട്ടിയോടാ? ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം ഈ ഒബ്ജക്റ്റ് ഇതിലൂടെ എങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം? അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ആംഗുലർ മൊമെൻറ്റം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
L is equal to mvr. ഓക്കെ, നമുക്ക് മാസ് അറിയാം. മാസ് എത്രയാണ്? 1 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 2. പക്ഷേ ആറ് എന്ന് പറഞ്ഞാൽ എന്താ? 6 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് 0, 0 ആണ്. ഇത് XY ആണെങ്കിൽ വാട്ട് ഈസ് ദിസ് പോയിന്റ്? അതാണ് നിങ്ങൾ അറിയേണ്ടത്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ദർ ഇസ് ആക്ച്വലി an ഇക്വേഷൻ ഇൻ മാത്തമാറ്റിക്സ്. അതായത് ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റിൽ നിന്ന് ലൈക്ക് ഒരു പോയിന്റ് XY, ഈ XY എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മുടെ ലൈനിലേക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ y = mx + c പറഞ്ഞൊരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ, അതായത് ഇങ്ങനെയല്ല വരിക, mx + y + c = 0. ഇങ്ങനെ ഒരു ലൈൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ്റെ ഇക്വേഷനിലേക്ക് എന്താണ്, എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². ഓക്കെ ആണല്ലോ. റിപ്പീറ്റേഴ്സിന് ഇത് കലങ്ങും, കാരണം ഇത് സെക്കൻഡ് ഇയറിൽ നമ്മൾ ലൈൻസ് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട മക്കളെ, നിങ്ങളിത് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എ എത്രയാണെന്ന് അറിയണം. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചേ. ഇവിടെ എ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ y = x + 2 ആണ് ഇക്വേഷൻ അല്ലേ. y = x + 2 അഥവാ x - y + 2 = 0. x - y + 2 = 0. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു x1 എന്ന് പറയുന്നത് 0 ആണ്, കാരണം നമ്മൾ ഇത് ഒറിജിനാണ് 0, 0. ഓക്കെ ആണല്ലോ. മൈനസ് y എന്ന് പറയുന്നത് എത്രയാടാ? y പ്ലസ് by1 അല്ലേ, പ്ലസ് b എന്ന് പറയുന്നത് -1 ആണ്. എഗെയിൻ y1 is 0 പ്ലസ് c എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2 ബൈ √a² + b² അല്ലേ. a² + b² എന്ന് പറയുമ്പോൾ 1² + -1 the whole square. So this is equal to 2 by √1² + 1² എന്ന് പറയുമ്പോൾ 2 √2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു √2 × √2 ബൈ √2. സോ ദിസ് ഇസ് √2. ഓക്കെ ആണല്ലോ. സോ ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്റ്റൻസ് ഈസ് √2. അത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം, √2. സോ ദിസ് ഇസ് ഈക്വൽ ടു 2√2 കിലോഗ്രാം m²/s. ആൻസർ ഇസ്, അപ്പോൾ എല്ലിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ കിലോഗ്രാം. ഇവിടെ എന്താ വന്നത്? ഇവിടെ m/s ഇൻറ്റു മീറ്റർ അല്ലേ. സോ ഇറ്റ് വിൽ ബി m²/s. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 2√2 കിലോഗ്രാം m²/s. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ്? ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൽ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അപ്പോൾ നമ്മുടെ ഭൂമി കറങ്ങാണ്, ശരിയാണല്ലോ. അപ്പോൾ ഇതൊരു എലിപ്റ്റിക്കലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതൊരു റൊട്ടേഷണൽ മോഷൻ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ഭയങ്കര വലിയൊരു പാത്തായതുകൊണ്ട് നിങ്ങളിപ്പോൾ ഭൂമിയുടെ അടുത്ത് നോക്കുകയാണ്, ഭൂമി ഒരു 1 കിലോമീറ്റർ പോകുന്ന നോക്കുകയാണെങ്കിൽ ഭൂമി വളഞ്ഞിട്ടല്ല പോവുക, ഭൂമി നേരെ പോവുക. കാരണം അത്രയും അതായത് വലിയൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആ കർവ് എന്ന് പറയുന്നത് വലിയ കർവായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 2 നിന്ന് -2 പറഞ്ഞ ഡിസ്റ്റൻസ്, ഇറ്റ് വിൽ ബി അപ്പിയറിങ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ. അത് ആക്ച്വലി ഇത് ഇങ്ങനെ ആയിരിക്കാം, കണ്ടോ, ഇതിങ്ങനെ വന്ന് അങ്ങനെ ഒരു വലിയൊരു റൊട്ടേഷണൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഈ പാർട്ടിക്കിൾ. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ദ ആൻസർ ഇസ് 2√2 കിലോഗ്രാം m²/s. ആൻസർ ആരാ പറഞ്ഞ? ആദ്യം യാരി അനസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അഷ്ന ഷറിൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ, മനസ്സിലായോടാ? ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ? ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ജസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, സോ നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ദി കൈനറ്റിക് എനർജി K of a particle moving along a circle of radius r depends on the distance covered as K is equal to a². നമുക്ക് തന്നിട്ടുണ്ട് കൈനറ്റിക് എനർജി K is equal to as². നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പാർട്ടിക്കിൾ എന്നാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv².
then this is equal to 2as square. ശരിയാണോ? this is equal to 2as square. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this is a square അല്ലേ, a square. അങ്ങനെയാണെങ്കിൽ എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2a square ആയിരിക്കും. എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a square. ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ ഈ ഒബ്ജക്റ്റ് സർക്കിൾ, അതായത് ഒരു സർക്കുലർ മോഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേഷണൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് FC ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം എം വി സ്ക്വയർ എന്ന് പറയുന്നത് 2a square ആണ് ബൈ ആർ. സോ ദ ആൻസർ ഇസ് 2a square by r. 2a square by r. Answer is A. Answer is A. മനസ്സിലായോടാ? So it is equal to 2as square by r. The answer is A. മനസ്സിലായോ? So that is regarding this particular question. Okay ആണോ? Okay. So ആ ഒരു ക്വസ്റ്റ്യൻ കഴിയാണ് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ കഴിയാണ്. We are moving to the next question. എടുത്തോളൂ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ദിസ് ഈസ് പ്രോബബ്ലി ആൻ ടിപ്പിക്കൽ JEE മെയിൻ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ ഒരു ടിപ്പിക്കൽ JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ആരാ? സഫ ആൻസർ A പറഞ്ഞിട്ടുണ്ട്. ശരിയാടാ സഫ, ആൻസർ ഇസ് A. കം ബാക്ക് ടു ദിസ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ഇതൊന്നും കണ്ട് ആരും ഇറങ്ങിപ്പോകരുതേ മക്കളെ, പേടിച്ച് ഇറങ്ങിപ്പോവല്ലേ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, റൊട്ടേഷൻ്റെ അങ്ങേയറ്റം, അതായത് നിങ്ങൾക്ക് അങ്ങ് കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടം വരെ കയറുന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആരും പേടിച്ച് പോകരുത് കേട്ടോ. പേടിച്ച് പോകില്ല എന്ന് എനിക്കറിയാം, ബട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എന്താണ്? എ സർക്കുലർ വീൽ ക്യാൻ റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ് സെൻട്രൽ ആക്സിസ് വിച്ച് ഈസ് വെർട്ടിക്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലർ വീൽ. അതെന്ത് ചെയ്യുന്നുണ്ട്? അത് അതിൻ്റെ സെൻട്രൽ ആക്സിസ് ആയിട്ടുള്ള ഈ ആക്സിസ് വെച്ച് ഈ ഒരു വീല് കംപ്ലീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വീല് തന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രം എ പോയിന്റ് ഓൺ ദ റിം. ഇത് റിം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇതിനെയാണ് റിം എന്ന് വിളിക്കുന്നത്. ആ റിമ്മിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാങ്സ് എ സിമ്പിൾ പെൻഡുലം. അത് നമ്മളൊരു പെൻഡുലം, നമ്മളതിനൊരു പെൻഡുലം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്താ പറ്റിയത്? വെൻ ദ വീൽ ഈസ് കോസ് ടു റൊട്ടേറ്റ് യൂണിഫോംലി. ഇനി നമ്മൾ ആ വീൽ അങ്ങ് തിരിക്കുകയാണ്. ആ വീൽ അങ്ങ് തിരിക്കുമ്പോൾ എന്ത് പറ്റും? ആ സിമ്പിൾ പെൻഡുലം ഇവിടുന്ന് മാറി ഇങ്ങനെ ഇപ്പോൾ ഇതേ പൊസിഷനിൽ കാണിച്ച പോലെ ഈ ഒരു പൊസിഷനിലേക്ക് മാറിയിട്ട് കറങ്ങാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ θ0 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ θ0 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റേഡിയസ് ഓഫ് വീൽ 6 ആണ്. ഈ ഒരു വീൽ, അതായത് ആ ഒരു ടയറിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് എ റൊട്ടേഷൻ ഫ്രീക്വൻസി ഓഫ് ദ വീൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ന്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ന്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാണുമ്പോഴേ അറിയാം, നല്ല കിഡിലൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ്. നിങ്ങൾ ആദ്യം ഇവിടേക്ക് വരാം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന്, അതിൻ്റെ ഫോഴ്സ് mg ഉണ്ടാവും. സമ്മതിച്ചു. അടുത്ത ഫോഴ്സ് ഇതിലുള്ള ടെൻഷൻ ഉണ്ടാവും. സമ്മതിച്ചു. അടുത്തത് ആക്ട് ചെയ്യാൻ പോകുന്ന ആരാണ്? അടുത്ത ആക്ട് ചെയ്യാൻ പോകുന്നത് പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ആരുണ്ട്? നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അത് mr ω² ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാണ് r. കാരണം ആ സിമ്പിൾ പെൻഡുലം ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിന് അക്രോസ്, അതായത് അതിൻ്റെ സെൻറ്ററിന് അക്രോസ് ആയിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ r എത്രയെന്ന് അറിയണം. ഈ r എത്രയാണ്? ശ്രദ്ധിച്ചേ, ഈ r എന്ന് പറയുന്നത് r ആണ്. ഓക്കെ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ സൈൻ θ0 എടുക്കാം. സൈൻ θ0 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിനെ, അപ്പോൾ നമുക്കിതിനെ AB എന്ന് വിളിക്കാം. അപ്പോൾ AB ബൈ L ആണ് അല്ലേ ഹൈപ്പോട്ടനസ്. ദെർഫോർ AB ഈസ് ഈക്വൽ ടു L സൈൻ θ0. സോ ഈ ഡിസ്റ്റൻസ് എത്രയായി? L സൈൻ θ0. ഓക്കെ ആണല്ലോ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് L സൈൻ θ. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ഇപ്പോൾ നമുക്ക് ഈ r അറിയാം. r ഇസ് ഈക്വൽ ടു r പ്ലസ് L സൈൻ θ0. r ഇസ് ഈക്വൽ ടു r പ്ലസ് L സൈൻ θ0. ഓക്കെ ആണല്ലോ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന അതേ കാര്യം, ഇത് ടി എടുത്തു എന്ന് വിചാരിക്കുക. സോ ദിസ് ഗായ് വിൽ ബി തീറ്റ. സോ ഇത് ടി കോസ് തീറ്റയാണ്, ഇത് ടി സൈൻ തീറ്റയാണ്. അപ്പോൾ എന്ത് പറ്റും? ടി കോസ് തീറ്റ എന്ന് പറഞ്ഞ ആൾ ഈ ഇതിനെ mr ω² ബാലൻസ് ചെയ്യുമ്പോൾ, ടി കോസ് തീറ്റ mgനെ ബാലൻസ് ചെയ്യും. ടി കോസ് തീറ്റ മോളിക്ക് mg താഴേക്ക്.
ടി സൈൻ തീറ്റ സീറോ ആരെ ബാലൻസ് ചെയ്യുക, ടി സൈൻ തീറ്റ സീറോ ഉള്ളിലേക്കാണ് അല്ലേ. സോ അത് ബാലൻസ് ചെയ്യാൻ പോണത് ആരെയാ, എം ആർ ഒമേഗ സ്ക്വയർ. അത് ബാലൻസ് ചെയ്യാൻ പോണ ആരെയാണ്, എം ആർ ഒമേഗ സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡിവൈഡ് ചെയ്യാം. ടി സൈൻ തീറ്റ സീറോ ബൈ ടി കോസ് തീറ്റ സീറോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ടി സൈൻ തീറ്റ സീറോ എന്ന് പറയുമ്പോൾ എം ആർ ഒമേഗ സ്ക്വയർ ആണ്. ശരിയാണോ. ടി കോസ് തീറ്റ സീറോ എന്ന് പറയുന്നത് എം ജി ആണ്. അഥവാ ടാൻ തീറ്റ സീറോ എന്ന് പറയുന്നത് എത്രയാണ്, ടാൻ തീറ്റ സീറോ എന്ന് പറയുന്നത് എം വെട്ടിയാൽ ആർ ഒമേഗ സ്ക്വയർ ബൈ ജി ആണ്. ശരിയാണോ. അഥവാ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്, ജി ടാൻ തീറ്റ സീറോ ബൈ ആറിൻ്റെ റൂട്ടാണ്. ഓക്കെ ആണല്ലോ. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ബൈ ആറിൻ്റെ റൂട്ടാണ്. പക്ഷേ നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ടാൻ തീറ്റ ബൈ ആർ. അഥവാ ന്യൂ ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് 1/2π റൂട്ട് ഓഫ് ജി ടാൻ തീറ്റ ബൈ ആർ. ന്യൂ ഇസ് ഈക്വൽ ടു 1/2π g tan theta by r. The answer is 1/2π d tan theta by r. ഈ r നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഈ r നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. r is equal to r plus l sin theta. r plus l sin theta. The answer is a. മനസ്സിലായോടാ, കിട്ടിയോടാ? കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായോടാ? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മനസ്സിലായോ? ആൻഡ് നിങ്ങൾ പറയേണ്ട കാര്യം ഇനി, അതായത് ഇനി നമ്മൾ ഇന്നവിറ്റബിൾ സീരീസ് വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ട് വരണോ അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊണ്ട് തന്നെ വന്നാൽ മതി? നിങ്ങൾ ജസ്റ്റ് പറയും. ഞാനിപ്പോൾ റൊട്ടേഷൻ ആണ് അല്ലേ, റൊട്ടേഷൻ ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ചോദിക്കാവുന്നതിൽ ഏറ്റവും ക്രീം, അത് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു 10-30 പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി വരുന്ന സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമോ? ഈ 2 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നിങ്ങൾ പറയണം. മനസ്സിലായോ? അതുപോലെ തന്നെ സോൾവ് ചെയ്യണം. ഇത് 2 നിങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് ശരിക്കും സിമ്പിളായിരുന്നു. ഗ്രേറ്റ്. ശരിക്കും സിമ്പിളാണ്. അതെ, സിമ്പിളാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിടും. ശരിയാണോ? എനിക്കിതൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാകുക. എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് നിങ്ങൾക്ക് നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് തരാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇട്ടത്. അതിനിടയിൽ കൂടെ നീറ്റിൽ ഞാൻ ഇപ്പോൾ തൊട്ട് പിന്നെ സെൻറ്റർ ഓഫ് മാസും അതും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതൊക്കെ ടിപ്പിക്കൽ നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അതൊക്കെ ടിപ്പിക്കൽ നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതന്നെ വീണ്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ബോറാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു IQ ചെക്ക് ചെയ്യാം. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാണ്ട് ആരെയും പേടിപ്പിക്കാൻ ഒന്നുമല്ല ചെയ്തത് കേട്ടോ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിലും കുറച്ചും പാട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നു ആ ക്വസ്റ്റ്യൻ. യെസ്, ദിസ് ഈസ് എ ലിറ്റിൽ മോർ ഹയർ. ക്വസ്റ്റ്യൻ കാണാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സാമദ് ഈസ് ഹിയർ, സാമദ് ഈസ് സെയിങ് ഹായ്. ഓക്കെ ആണല്ലോ. സോ കൺസെപ്റ്റ് കിട്ടാൻ ഇങ്ങനത്തെ വേണം സർ. സോ ഇങ്ങനത്തെ വേണം ഡെഫിനറ്റ്ലി. സോ ദാറ്റ് ഈസ് ദി ആൻസർ. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സാറുമാർ മേ ബി ഇത്ര ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് തരണം എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇത്ര ലെവൽ കൂട്ടി ചെയ്ത് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഫാക്കൽറ്റീസിനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതൊക്കെ സോൾവ് ചെയ്ത് ഇതിനൊരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിച്ച്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ആണെങ്കിൽ സാറുമാർക്കും സുഖമാണ്, നിങ്ങളും ഹാപ്പിയാണ്. കാരണം നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ അതൊന്നും മാറി നിങ്ങൾക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷൻ തരാം, നിങ്ങൾക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തത് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് എളുപ്പമാണ്. കാരണം നീറ്റ് പ്രീവിയസ് ആണെങ്കിൽ സുഖമാണ്, ജസ്റ്റ് ഇട്ടിട്ട് വന്നാൽ മതി, സോൾവ് ചെയ്ത് നോക്കുക പോലും വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എ ബോൾ ഈസ് പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ. അപ്പോൾ ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, അത് 30 ഡിഗ്രിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോൾ ഞാൻ തൽക്കാലം ഒരു ബോക്സ് പോലെ വരയ്ക്കാണ്. ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് എ ഫ്രീക്വൻസി 0.5 Hz എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ലോവർ എൻഡ്. അതായത് ഇതാണ് ഇൻക്ലിനേഷൻ, അതിൽ ലോവർ എൻഡ് ഈ പോയിൻ്റാണ്. ശരിയാണോ? ഈ പോയിൻ്റാണ് അതിൻ്റെ ലോവർ എൻഡ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്
വെർട്ടിക്കലായിട്ടുള്ളൊരു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ആംഗിളിൽ ഒമേഗ എന്ന് പറഞ്ഞ വെലോസിറ്റി ഈ എൻറ്റയർ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ എൻറ്റയർ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ ഇസ് ഈക്വൽ ടു 0.5 ഹെർട്സ്. ന്യൂ ഇസ് ഈക്വൽ ടു 0.5 ഹെർട്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ലോവർ എൻഡ് ഡസ് ദ ബോൾ റിമെയിൻ റെസ്റ്റ്. അതായത് നമുക്കറിയാം ഏറ്റവും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുസ് ഇങ്ങനെ താഴേക്ക് വരും. പക്ഷേ ഒരു പോയിന്റ് നമുക്ക് ഇങ്ങനെ കറക്കുമ്പോൾ ഈ ഒരു ബോൾ അവിടെ തന്നെ നിൽക്കും, താഴത്തേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് ഡി എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ഡിസ്റ്റൻസ് ഡി എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ എഗെയിൻ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറ്റംപ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എം ജി നേരെ താഴേക്ക് ആക്ട് ചെയ്യും. എം ജി ഓക്കെ ആണല്ലോ. നേരെ മുകളിലേക്ക് ആരാക്ട് ചെയ്യും? ആറ്, നമ്മുടെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ് അല്ലേ? ഇത് തീറ്റയാണ്. ഞാൻ തൽക്കാലം ഇതിനെ തീറ്റ എന്ന് വിളിക്കുകയാണ്, 30 എന്ന് എഴുതുന്നില്ല. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്. ദാറ്റ് വിൽ ബി ആർ കോസ് തീറ്റ ആൻഡ് ദിസ് ഗൈ വിൽ ബി ആർ സൈൻ തീറ്റ. ദിസ് ഗൈ വിൽ ബി ആർ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്നുകൂടെ വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ആർ എന്നുള്ളൊരു പേരിൽ ഞാൻ വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ ഇക്വിലിബ്രിയം വാട്ട് ഹാപ്പൻസ് ഇസ് ആർ സൈൻ തീറ്റ, അതായത് ഈ ഫോഴ്സ് ആ ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറങ്ങുന്ന സമയത്ത് അതിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ടുവേർഡ്സ് സെൻറ്റർ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ. ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? എം ആർ ഒമേഗ സ്ക്വയർ. അതുപോലെ തന്നെ വാട്ട് ഈസ് ആർ കോസ് തീറ്റ? ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ? ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ്, മുകളിലേക്കുള്ളതാണ് അല്ലേ? സോ ദാറ്റ് ഈസ് ബേസിക്കലി ബാലൻസിങ് ദി വെയിറ്റ് എം ജി. സോ ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ ആണല്ലോ. അതങ്ങ് ഡിവൈഡ് ചെയ്തേ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ ബൈ എം ജി ഓർ ദിസ് ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ബൈ ജി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആറ് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ബൈ ഒമേഗ സ്ക്വയർ. ശരിയാണോ? ആർ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ബൈ ഒമേഗ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറയുമ്പോൾ 10 ആണ്. ടാൻ 30, ദിസ് ഇസ് ടാൻ 30 ഡിഗ്രി ബൈ ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. ന്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ദിസ് ഇസ് 0.5 ഹെർട്സ്, റൈറ്റ്? സോ ന്യൂ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 0.5 ദി ഹോൾ സ്ക്വയർ. 2π ഇൻറ്റു 0.5 ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് 10 ഇൻറ്റു ടാൻ 30 1/√3 ആണ്. 2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 സ്ക്വയർ ആണ്, അത് പോയി. പിന്നെ ഉള്ളത് പൈ സ്ക്വയർ ആണ്. സോ 10/π സ്ക്വയർ ഇൻറ്റു 1/√3. സോ ദിസ് ഈസ് ഈക്വൽ ടു 10. പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3.1. അപ്പോൾ പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9.7 ആ സംതിങ് ആവും. അപ്പോൾ അതിന് നമുക്ക് 10 ആയിട്ട് എടുത്ത് അങ്ങ് കട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് സിംപ്ലി 1/√3, അറൗണ്ട് 1/√3. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. അതിനകത്ത് കോസ് തീറ്റ, ഇത് തീറ്റയാണ് കേട്ടോ. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്, ഇതും തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ആർ ബൈ ഹൈപ്പോട്ടനസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ. ഡി ഇസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ. നമുക്ക് ഓൾറെഡി ആറ് കിട്ടിയിട്ടുണ്ട്, ശരിയാണല്ലോ. ആറ് എന്ന് പറയുന്നത് 1/√3 ആണ്. ബൈ കോസ് 30 എന്ന് പറയുന്നത് കോസ് 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/√3 ബൈ √3 ബൈ 2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/√3 ഇൻറ്റു √3 ഓർ 2/3. ഓക്കെ, 2/3 എന്ന് പറയുമ്പോൾ എത്ര? 20/3 എന്ന് പറയുമ്പോൾ 0.67 മീറ്റർ. ദ ആൻസർ ഇസ് 0.67 മീറ്റർ. ദൈവമേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും 25 പേരുള്ളത് 18 പേരായോ? ഞാൻ ഇനി ക്വസ്റ്റ്യൻസ് കൊണ്ടുവരില്ല കേട്ടോ. കാരണം ഇത് ഡിമാൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആ ഒരു ലൈക്ക് ഡിമാൻഡിങ് പോപ്പുലേഷൻ വളരെ കുറവാണ്. കാരണം കുട്ടികൾക്ക് ഐ തിങ്ക് നിങ്ങളെല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻസിനോടാണ് താല്പര്യം തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും കുട്ടികൾ ഇതാക്കാത്തത്. സോ ദ ആൻസർ ഇസ് 0.67 മീറ്റർ. ആൻസർ ഇസ് എ. ശരിയാണ്. അതെ, സഫ, യാരി, യെസ്, യു ഗൈസ് ആർ ഡൂയിങ് ഇറ്റ് ഗ്രേറ്റ്. മനസ്സിലായോടാ? ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞേ, ഈ ഒരു ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അതോ ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിച്ചാൽ ഒരു തംസപ്പ് ഇടുക കേട്ടോ. മനസ്സിലായ ഒരു തംസപ്പ് ഇടാം, കുഴപ്പമില്ല. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ആക്ച്വലി എ മിക്സ് ഓഫ്
ഇവർ രണ്ടുപേരും നമ്മുടെ റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഏതാ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്, ലോലിത പ്രദീപ്. മനസ്സിലായടാ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് പറയണേ. ദ ഡയമീറ്റർ ഓഫ് എ ഫ്ലൈ വീൽ ഈസ് ഇൻക്രീസ് ബൈ 1%. ഇൻക്രീസ് ഇൻ ദിസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് സെൻട്രൽ ആക്സസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു mr². ശരിയാണല്ലോ? ദിസ് ഇസ് എ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ആണ്. സോ ഇറ്റ് ഇസ് mr². ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. സോ ഐ ഈസ് ഈക്വൽ ടു mr². അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു ഉടായ്പ ചെയ്യുകയാണ്. ഞാൻ രണ്ട് സൈഡും ലോഗ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ലോഗ് ഐ ഈസ് ഈക്വൽ ടു ലോഗ് എം പ്ലസ് 2 ലോഗ് ആർ. കാരണം ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അടുത്ത കാര്യം, ലോഗ് ഓഫ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എ. ഈ രണ്ട് പ്രോപ്പർട്ടീസാണ് സാർ ഇവിടെ യൂസ് ചെയ്തത്. ലോഗ് എ ബി എന്ന് പറയുമ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ mr² ലോഗ് എ പ്ലസ് ലോഗ് ബി ആയി. അതുപോലെ തന്നെ ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണ്. സോ ദാറ്റ് ഈസ് 2 ലോഗ് ആർ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ടൈപ്പ്, നൗ ഐ ആം ഡിഫറൻഷിയേറ്റിംഗ് ദിസ് തിങ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് ലോഗ് ഐ? 1/i. ഡിഫറൻഷ്യൽ ഓഫ് ഐ di ഈസ് ഈക്വൽ ടു 2 ലോഗ് എം. എം എന്ന് പറയുന്നത് ഒരു മാസാണ്. സോ അതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. പ്ലസ് 2 ഇൻറ്റു ലോഗ് ആറിൻ്റെ ഡിഫറൻഷ്യൽ 1/r ഇൻറ്റു ആറിൻ്റെ ഡിഫറൻഷ്യൽ dr. ഓക്കെ ആണ്? സോ ഇറ്റ് ഈസ് dr/r. സോ ദിസ് ഈസ് di/i ഈസ് ഈക്വൽ ടു 2 ടൈംസ് dr/r. ഓക്കെ ആണല്ലോ? ഞാൻ രണ്ട് സൈഡും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് വിൽ ബിക്കം di/i ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു dr/r ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? സോ 2 ഇൻറ്റു നമ്മളോട് തന്നിട്ടുള്ള എത്രയാണ്? 1% ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതായത് റേഡിയസും 1 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്യും അല്ലേ? അതായത് ഒന്ന് കൂട്ടി. അതായത് ഇപ്പോൾ നമ്മുടെ 100 ആണെങ്കിൽ 1%. dr എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ റേഡിയസ് ആണ്. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര കൂടി? പണ്ട് 100 ആണെങ്കിൽ ഇപ്പം 101. അപ്പോൾ ചേഞ്ച് 1 ആണ്. അപ്പോൾ dr എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്, അത് 1 ആണ്. ആദ്യത്തെ നമ്മൾ 100 ആയിട്ട് എടുക്കുകയാണ്. സോ ദാറ്റ് ഇൻറ്റു 100. സോ ദിസ് ഈസ് ഈക്വൽ ടു 2%. The answer is 2%. So the answer is 2%. കണ്ടോടാ? ഒരു ചെറിയ ഇക്വേഷൻ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പണി തരുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, ആൻസർ ഇസ് സി, 2%. യെസ്, സഫ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഇസ് സി. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് റിഗാർഡിങ് ദിസ്. ആൻഡ് വേറെ ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു സെഷൻ വെക്കാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് അത് ചെയ്ത് പോകാറുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്ന് മാറി ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നി കുട്ടികൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കണ്ടോട്ടെ. കാരണം അഥവാ ഫോർ ലൈക്ക് ഗോഡ് സേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിർഭാഗ്യവശാൽ റൊട്ടേഷനിൽ നിന്ന് ഒരു അൺകോമൺ ക്വസ്റ്റ്യൻ വരികയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. കാരണം ഇപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു 680 690 പ്ലസ് സ്കോർ മേടിച്ച് ഇപ്പോൾ കാലിക്കറ്റിലൊക്കെ വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഓരോ ക്വസ്റ്റ്യനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഞാൻ ചെയ്തത്, നിങ്ങൾക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കൂടെ കൂട്ടത്തിൽ ഇട്ട് തരാം എന്നുള്ള രീതിയിലാക്കിയത്. ഓക്കെ ആണല്ലോ? ഇനി ഐ തിങ്ക് ഐ വോണ്ട് ബ്രിങ് മച്ച് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ മൊത്തം ലൈക്ക് ഞാൻ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തപ്പോൾ എവറി ക്വസ്റ്റ്യൻ ബിക്കെയിം സച്ച് കൈൻഡ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് എൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മുമ്പത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അത് പറഞ്ഞേ. മുമ്പത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ജസ്റ്റ് കാൽക്കുലേഷൻ, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ആക്ച്വലി അഗെയിൻ എ കോമ്പിനേഷൻ ഓഫ് ലോസ് ഓഫ് മോഷൻ ആൻഡ് റൊട്ടേഷൻ. എ മാസ് എം ഹാങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രിങ് wrapped around a pulley on a frictionless bearing. അപ്പോൾ നമുക്കൊരു പുള്ളിയുണ്ട്, അതിൻ്റെ റേഡിയസ് 6 ആണ്, മാസ് എം ആണ്. ഓക്കെ, അതിന്ന് ഒരു മാസ് എം നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് mg. അസ്യൂമിങ് ദ പുള്ളി ടു ബി എ പെർഫെക്റ്റ് യൂണിഫോം സർക്കുലർ ഡിസ്ക്. ഓക്കെ എന്ന് പറഞ്ഞാൽ mr²/2 ആണത്. The acceleration of the m if string does not slip on the pulley is. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ സാധനം അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ പുള്ളി അങ്ങ് കറങ്ങും, ഇത് നേരെ താഴേക്ക് വീഴും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് മാസ് എം. ഈ മാസ് എമ്മിൻ്റെ ആക്സിലറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാം? നിങ്ങൾ ആദ്യം ഈ പുള്ളി എടുക്കാം. ഓക്കെ, ഈ പുള്ളി കറങ്ങുന്നുണ്ട്. സോ അതിലൊരു ടോർക്ക് ഉണ്ട്, ശരിയാണല്ലോ?
ടോർക്ക് എന്ന് പറയുന്നത് എത്രയാടാ? ടോർക്ക് ഇവിടെ കൊടുക്കാൻ കാരണം ഇവിടെ ടോർക്ക് കൊടുക്കുന്നത് ഈ ടാൻജൻഷ്യൽ ഫോഴ്സാണ്, ആൻഡ് ദാറ്റ് ഈസ് ദി ടെൻഷൻ, റൈറ്റ്? ഇവിടെ ടെൻഷനാണ്, ആ ഒരു വെയിറ്റ് താഴത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് ആ പുള്ളിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ഈ ആക്സിസ് എബവ് അല്ലേ, ഈ ആക്സിസ് എബവ് ആയിട്ടാണ്, അതായത് ഈ ആക്സിസ് എബവ് ആയിട്ടാണ് അതിങ്ങനെ കറങ്ങുന്നത്. സോ ടോ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ ടി ഇൻറ്റു ആർ. ബട്ട് ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു ഐ ആൽഫ, കാരണം ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, ശരിയാണല്ലോ? ഗ്രേറ്റ്. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. സോ ടി ആർ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. അതിന് സംശയമുണ്ടോ? നിങ്ങൾ മോഷൻ ഇൻ 1 പഠിച്ചാണ് എ ഈക്വൽ ടു ആർ ആൽഫ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഫോർ ആൽഫ ഇസ് ഈക്വൽ ടു എ ബൈ ആർ. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ബൈ ആർ. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ബൈ ആർ. കിട്ടിയോടാ? കിട്ടിയോ? സോ വാട്ട് ഇസ് ഹാപ്പനിങ്? ആറും വെട്ടിപ്പോയി. സോ വാട്ട് ഹാപ്പൻസ്? അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ടി ആർ ഇസ് ഈക്വൽ ടു എം ആർ എ ബൈ 2. കാരണം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നേട്ടോ. അപ്പോൾ ഇവനെ വിട്ടു പോരുതേ. അപ്പോൾ ആറും വെട്ടിക്കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു എം എ ബൈ 2. ടി ഇസ് ഈക്വൽ ടു എം എ ബൈ 2. ശ്രദ്ധിച്ചേ ഇപ്പം എന്താ പറ്റിയത്? ഈ ഒരു ഒബ്ജക്റ്റിന് മുകളിലേക്ക് ടി ആക്ട് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിൻ്റെ നെറ്റ് മൂവ്മെൻറ്റ് താഴേക്കാണ്, ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹിയർ നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഡോമിനേറ്റിംഗ് ഫോഴ്സ് എം ജി ആണ്, അതിൽ നിന്ന് ടി കുറച്ചാലാണ് നിനക്ക് നെറ്റ് ഫോഴ്സ്, അതായത് എം എ കിട്ടുക. അതായത് എം ജി മൈനസ് ടി ആണ് ഇവിടെ എം എ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റിന് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോസ് ഓഫ് മോഷൻ സാറുമാർ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അതായത് ഈ ഒബ്ജക്റ്റ് താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് താഴേക്കാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഡോമിനേറ്റിംഗ് ഫോഴ്സ് താഴേക്കാണ്, അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് താഴത്തേക്ക്. ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൂടുതൽ ആ ഡയറക്ഷനാണ് ഒബ്ജക്റ്റ് നീങ്ങുക. അപ്പോൾ ഇവിടെ എം ജി ആണ് താഴേക്ക്. അപ്പോൾ എത്ര ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ മുകളിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പം മൈനസ് ടി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ബാക്കി കിട്ടുന്നതാണ് അതിലെ ഫോഴ്സ് എം എ എന്ന് പറയുന്നത്. സോ എം ജി എന്ന് പറയുമ്പോൾ എം ജി മൈനസ് എം എ ബൈ 2 ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ ആണല്ലോ? അഥവാ എന്ത് പറ്റും? അഥവാ എം ജി ഇസ് ഈക്വൽ ടു എം എ പ്ലസ് എം എ ബൈ 2 അല്ലേ? അപ്പോൾ എം ഒക്കെ വെട്ടിപ്പോവാം. ജി ഇസ് ഈക്വൽ ടു 2 plus 3a by 2 or a is equal to 2g by 3. അഥവാ a is equal to 2 by 3g. a is equal to 2 by 3g. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? a is equal to 2 by 3g. a is equal to 2 by 3g. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായടാ ഈ ക്വസ്റ്റ്യൻ? പറഞ്ഞ് എത്ര പേർക്ക് മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ? ഇത് ഞാൻ പറയാം, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നോ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ഇസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഞാൻ ആ ഒരു ഉറപ്പ് തരാം. കാരണം നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ദ ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ? നിങ്ങൾ ആക്ച്വലി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അതോ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ കാലമാടൻ ഇനി അടുത്ത ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ കൊണ്ട് വന്നിട്ടുണ്ട്, പിള്ളേർക്ക് പണി തരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത്? അതോ നിങ്ങളിത് എൻജോയ് ചെയ്തിട്ട്, അതായത് നല്ല ക്വസ്റ്റ്യൻ ആണ്, അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് കൂടും, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടണം, അങ്ങനെ വിചാരിച്ചാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങൾ ഇടുക? കാരണം നിങ്ങളാണ് വ്യൂവേഴ്സ്, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ ടഫ് ആണ്, ബ്രിങ് ആണത്, നമുക്ക് ചെയ്യാം, അഡ്വാൻസ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ ഫോർ മീ. നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യണം, കുറച്ച് കൺസെപ്റ്റ് അറിയെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂസ്. ഇതിനെ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ജെഇ മെയിൻസ് അഡ്വാൻസ് അങ്ങനെ പോകും. അത് നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. ഇനി ഞാൻ ഈ ലെവൽ, അതായത് ഇനി ഇന്നവിറ്റബിൾ വരുമ്പോൾ ഈ ലെവൽ വേണോ അതോ ഈ ലെവലിന് കുറച്ചുകൂടെ താഴെ പ്രീവിയസ് ഇയർ മാത്രം മതിയോ, അത് ഒരു എം ടി ജിയിലെ ക്വസ്റ്റ്യൻസ് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോയാൽ മതിയോ എന്ന് നിങ്ങൾ പറയാം കേട്ടോ. ദയവായി നിങ്ങൾ ഇക്വേഷൻ പറയാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചും പാടെയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? സോ ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ കണക്റ്റിംഗ് 2 dimension ആൻഡ് റൊട്ടേഷൻ. നിങ്ങൾക്ക് കണ്ടറിയാം സാർ ഞാൻ എത്ര പിക്ക് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് കേട്ടോ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറ്റ്സ് ലൈക്ക് നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ 2 dimension റൊട്ടേഷൻ ഉള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി വി മേക്കിംഗ് ആൻ ആംഗിൾ 45 degree വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ, നിങ്ങളെ ക്വസ്റ്റ്യൻസ് പോകുന്ന ലെവൽ കണ്ടോ മക്കളെ? പ്രൊജക്റ്റൈൽ മോഷൻ, ഇതിൻ്റെ ആംഗിൾ 45 degree ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പ്രൊജക്റ്റൈൽ എബൌട്ട് ആൻ ആക്സിസ് ഓഫ് പ്രൊജക്ഷൻ വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് മാക്സിമം ഹൈറ്റ്. ഇതാണ് മാക്സിമം ഹൈറ്റ്, അത് എച്ച് ആണ്. നമുക്കറിയാം മാക്സിമം ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് u²
സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ യു എന്ന് പറയുന്നത് വി ആണ്. സോ വി സ്ക്വയർ സൈൻ സ്ക്വയർ 45 ബൈ 2g. സോ ദിസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g ഇൻറ്റു സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2. സോ സൈൻ സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 1/2. സോ ദിസ് ഈസ് യു സ്ക്വയർ ബൈ 4g. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി മൊമെൻറ്റം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം ആംഗുലർ മൊമെൻറ്റം കാണുന്നതിന് മുന്നേ നമുക്കത് ലീനിയർ മൊമെൻറ്റം കാണാം. കാരണം മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ആംഗുലർ മൊമെൻറ്റം. അതായത് നീ മൊമെൻറ്റം കാണുക എം വി, അതിനെ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആംഗുലർ മൊമെൻറ്റം. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ മൊമെൻറ്റം ഹിയർ? പി ഈസ് ഈക്വൽ ടു എം വി കോസ് 45. കാരണം നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് വെർട്ടിക്കൽ വെലോസിറ്റിയാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആണ്, അതിന് ചേഞ്ച് ഇല്ലാന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു എം വി ഇൻറ്റു 1/√2. സോ ദിസ് ഈസ് എം വി ബൈ √2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എബൌട്ട് ഹൈറ്റ് അല്ലേ, ഇപ്പോൾ നമുക്ക് അറിയുന്നത് ഈ ഹൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് എബൌട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. സോ എം വി എന്ന് പറയുന്നത് എത്രയാണ്? എം വി ബൈ √2 ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ നമ്മളിവിടെ കണ്ടുപിടിച്ചു, വി സ്ക്വയർ ബൈ 4g. സോ ദിസ് ഈസ് ഈക്വൽ ടു എം വി ക്യൂബ് ബൈ 4√2g. എം വി ക്യൂബ് ബൈ 4√2g. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സർ. ഓക്കെ ഗ്രേറ്റ്. ദ ആൻസർ ഇസ് എം വി ക്യൂബ് ബൈ 4√2g. എം വി ക്യൂബ് ബൈ 4√2g. ഓക്കെ, മനസ്സിലായോടാ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? പറഞ്ഞേ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഗ്രേറ്റ്. ആൻസർ ഇസ് ബി. ശരിയാണ്, ആൻസർ ഇസ് ബി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യാണ്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി 4 ക്വസ്റ്റ്യൻസ് കൂടിയേ ഉള്ളൂ, അതോടെ നമ്മൾ തീരും. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് 8:30 നമ്മുടെ ആഷിഖാൻ്റെയും അതുപോലെ നിയാസ്ഖാൻ്റെയും ഒക്കെ ലൈവ് ഉണ്ട്. സോ അത് വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. വെൻ എ സീലിംഗ് ഫാൻ ഈസ് സ്വിച്ച്ഡ് ഓഫ്, ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ഫോൾസ് ടു ഹാഫ് വൈൽ ഇറ്റ്സ് മേക്സ് 36 റൊട്ടേഷൻസ്. അതായത് ഒരു സീലിംഗ് ഫാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ 36 റൊട്ടേഷൻ ആവുന്ന സമയത്ത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി നേരത്തെ പകുതി ആവുകയാണ്. ഓക്കെ ഫൈൻ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് നിൽക്കുന്നതിന് മുന്നേ എത്ര തവണ കൂടെ കറങ്ങും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നൊരു ക്ലൂ ഉണ്ട്. ഇത് യൂണിഫോം ആംഗുലർ റിട്ടാർഡേഷൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുക്കാം. ω2² മൈനസ് ω1² എന്ന് പറയുമ്പോൾ 2α തീറ്റയാണ്. അറിയാലോ. ദിസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. വി യു ഇവിടെ ആംഗുലർ ആക്സലറേഷൻ ആൽഫയാണ്, പിന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ആംഗുലർ വെലോസിറ്റി പകുതിയായി. സോ ω/2² ആണ് ഫൈനൽ വെലോസിറ്റി, മൈനസ് ω² ഇസ് ഈക്വൽ ടു 2α ഇൻറ്റു ഇവർ പറഞ്ഞു 36 തവണ കറങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 36 തവണ 2π. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മളോട് പറഞ്ഞത് ഇത്, അതായത് പകുതി വെലോസിറ്റിയിൽ നിന്ന് 0 വെലോസിറ്റി ആവണം. അതായത് ഇപ്പോൾ ഫൈനൽ വെലോസിറ്റി 0² ആണ്, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ω/2² ആകുമ്പോൾ 2α ഇൻറ്റു എത്ര തവണ കറങ്ങും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. n ഇൻറ്റു 2π. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് 1/2. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ഗെറ്റിംഗ്? സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക? ദിസ് ഈസ് ω²/4 മൈനസ് ω² അല്ലേ. അപ്പോൾ 1/4 എന്ന് 1 പോയാൽ മൈനസ് 3/4 ω² മൈനസ് ഇവിടെ എഗെയിൻ മൈനസ് ഉണ്ട് ω²/4 മൈനസും മൈനസും വെട്ടിപ്പോയി, 4ഉം 4ഉം വെട്ടിപ്പോയി, ഒമേഗയും വെട്ടിപ്പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2α വെട്ടിപ്പോയി 36 ഇൻറ്റു 2π ബൈ n ഇൻറ്റു 2π. അപ്പോൾ 2πയും 2πയും വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. ബാക്കി എന്തുണ്ട്? ഇതൊന്നും വെട്ടിപ്പോയാൽ വിൽ ബി ഗെറ്റിംഗ് 12. സോ n ഇസ് ഈക്വൽ ടു 12. 13 sin 36 is 12. 3 sin 36 is 12. So the answer is 12. അപ്പോൾ അതിനർത്ഥം എന്താടാ? ഇത് കറങ്ങി ഇത് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ ഇത് 12 തവണ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദ ആൻസർ ഇസ് 12. ഓക്കെ ആണല്ലോ. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും ബേസിലേക്ക് വന്നിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം ക്വസ്റ്റ്യൻസ് ടഫായി പോയി. ഇനി ഇങ്ങനെ വരാണ്ട് സാർ നോക്കിക്കൊള്ളാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട്
ആകർഷിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് കേട്ടോ. സോ ദാറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എ മാൻ ഓഫ് മാസ് 80 kg is standing on the rim of a circular platform of mass 200 kg rotating about its axis. സോ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം, സർക്കുലർ പ്ലാറ്റ്ഫോം. അതിൻ്റെ മാസ് എം എന്ന് പറയുന്നത് 200 kg ആണ്. അതിൻ്റെ റിമ്മിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അതിൻ്റെ തലക്കും ഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ മാസ് 80 kg ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ആക്സിസ്, ഇതാണ് ഇതിൻ്റെ ആക്സിസ്, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, അതിൻ്റെ ആക്സിസ് എബൌട്ടായിട്ട് ഒമേഗ എന്നുള്ളൊരു ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് 112 RPM-ലാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറ്റുന്നതെന്ന് അറിയോ, ഇനി ഈ മനുഷ്യൻ നടന്നു പോയിട്ട് ഇവൻ നടുക്ക് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇത് കറങ്ങാണ്. അങ്ങനെയാവുന്ന സമയത്ത് അതിൻ്റെ പുതിയ റൊട്ടേഷൻ സ്പീഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ കേസ്, അതായത് ആൾ തലക്ക് നിൽക്കുകയാണ്, അതായത് ഇവിടെ നിൽക്കുന്ന സമയത്തുള്ള ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. നമുക്കറിയാം ദിസ് ഇസ് എം അല്ലേ, ദിസ് ഇസ് എം. r²/2 ആണ് എന്ത്, ഈ സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. പ്ലസ് ഇനി ഈ മനുഷ്യനുണ്ട്, അവൻ്റെ വെയിറ്റ് എം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഇത് r ആണ് എഗെയിൻ. സോ ദിസ് ഇസ് mr². ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്ന് r²/2 പുറത്തേക്ക് എടുത്തോ. r²/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് m+2m അല്ലേ. നാളെ ഉള്ളിൽ കയറ്റുമ്പോൾ 2 × 2 വെട്ടിപ്പോയിട്ട് വീണ്ടും mr² ആവുള്ളൂ. ഓക്കെ ആണല്ലോ. സോ I1 is equal to r²/2 × em+2m. ഇനി ഇയാൾ നടന്ന് ഇവിടെ എത്തുകയാണ്. സോ I2 എന്തായി, I2 is equal to എന്ത് പറ്റി, ഇയാൾ നടന്ന് സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒബ്ജക്റ്റിന്, അതായത് നമ്മുടെ ഡിസ്കിന് സെൻറ്റർ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഉണ്ട് mr²/2. പക്ഷേ ഇയാൾ ഇവിടെ എത്തിയത് കൊണ്ട് പ്ലസ് m × r² എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ ഇത് 0² ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു mr²/2. I2 is equal to mr²/2. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ആൾ പുറത്തുനിന്ന് നടുക്കിൽ അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ് നടന്നു വന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും നടന്നിട്ടില്ല. ദർഫോർ ദി ആംഗുലാർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. അപ്പോൾ ഇവിടെ ലോ ഓഫ് ആംഗുലാർ മൊമെൻറ്റം നിനക്ക് അപ്ലൈ ചെയ്യാം. എന്തടിക്കാം, I1 ω1 is equal to I2 ω2. അത് നിനക്ക് ഇവിടെ അടിക്കാം. സോ ദിസ് വൺ is equal to I1/I2 is equal to ω2/ω1. സോ ω2 എന്ന് പറഞ്ഞാൽ 2πn2, ω1 എന്ന് പറഞ്ഞാൽ 2πn1, ഓർ ഇത് വെട്ടിപ്പോയാൽ n2/n1. ഓക്കെ ആണല്ലോ. സോ നമുക്ക് കിട്ടിയ കാര്യം I1/I2 is equal to n2/n1. വാട്ട് ഈസ് I1? I1 ഇതുകൊണ്ടാണ് ഇരിക്കുന്നു. I1 is equal to r²/2 × m+2m. ആൻഡ് വാട്ട് ഈസ് I2 is equal to mr²/2. r²/2 വെട്ടിപ്പോയി. സോ ദിസ് ഇസ് n2/n1. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് എം? എം എന്ന് പറയുന്നത് സർക്കിൾ മാസാണ്. അപ്പോൾ 200 + 2 × 80 + 200 is equal to n2/n1 is 12. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 200 + 160/200 × 12. ഓക്കെ ആണല്ലോ. സോ ദിസ് വിൽ ബിക്കം 360/200 × 12. ഓക്കെ ആണല്ലോ. സോ യു സോൾവ് ദിസ് തിങ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 21.6 RPM. The answer is 21.6 RPM. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റിനൂടെ ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റിനോട് എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. കാരണം 8:30 നമ്മുടെ ആഷിഖ് സാറിൻ്റെയും നിയാസ് സാറിൻ്റെയും ലൈവ് വരുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്തിട്ട് ഇത് എൻഡ് ചെയ്യാം. എന്താ ഉള്ളത്? A body rolls down an inclined plane. So if its kinetic energy of its rotational motion is 40% its kinetic energy of translation അല്ലേ. സോ kinetic energy rotation എന്ന് പറയുന്നത് 40% kinetic energy translation ആണ്. അഥവാ kinetic energy rotation by kinetic energy translation എന്ന് പറയുന്നത് 40% എന്ന് പറഞ്ഞാൽ 40/100 ആണ്. അതിന് എനിക്ക് 2/5 എന്ന് വിളിക്കാം. ശരിയാണോ? ശരിയാണ്. സോ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 12I ω² by 12 mv² ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/5. ഓക്കെ ആണല്ലോ. ഇത് വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. സോ I ω² is equal to m, v is equal to r omega അല്ലേ. സോ ദിസ് ഇസ് r² ω². സോ ദിസ് ഇസ് ഈക്വൽ ടു 2/5. അഥവാ I is equal to
2/5 mr². I is equal to 2/5 mr². നമുക്കറിയാം 2/5 mr² എന്ന് പറയുന്നത് എന്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യടാ? ഇറ്റ് ഈസ് ഓഫ് സോളിഡ് സ്ഫിയർ. ഇറ്റ് ഈസ് ഓഫ് സോളിഡ് സ്ഫിയർ. മനസ്സിലായോടാ? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കിക്കോ. സാർ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കമൻറ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ട് തരാം. ഓൾറെഡി ഇപ്പോൾ 8:30 ആയി അല്ലേ? 8:30 ആയി. അപ്പോൾ നമുക്ക് മെല്ലെ അടുത്ത ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഐ ഹോപ്പ് എവരി വൺ എൻജോയ് ദി സെഷൻ. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് 5 radian/s കേട്ടോ. 5 radian/s ആണ്. ജസ്റ്റ് ആൻസർ നോക്കുക. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു സെഷനിൽ എടുത്തിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദി ഡേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ റൊട്ടേഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളും കുറച്ച് കുറവായിരുന്നു, അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ സീ യു ഇൻ സം അതർ സെഷൻ. സോ താങ്ക്സ് ഫോർ ജോയിനിങ്. സോ സീ യു ഇൻ സം അതർ സീരീസ്. താങ്ക് യു.